السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمدا رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. بارك الله لي ولكم بالقرآن العظيم. أصلي إياكم برحمته من الشيطان الرجيم. وما لا يزال വിശ്വാസികളെ ശുദ്ധമായ ഇസ്ലാം മേഖലയിലെ സ്മരണയിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഇസ്ലാം മേഖലയെ സംബന്ധിച്ച് എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ വർഷവും പുതിയ ചില ചിന്തകളിലേക്ക് നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ കൂട്ടാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെയും ഇസ്ലാം മേഖലയുടെ അവസരം നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ജീവിതത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ്. ആദ്യത്തേത് രൂപത്താണ്, ഞങ്ങൾക്ക് രൂപത്തിലിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സംബന്ധിച്ച ഏറ്റവും വലുത് ഇസ്രാ മിഅ്റാജ്, മൂന്നാമത്തേത് ശുദ്ധമായ ഹിജ്റ. ഈ 3 സംഭവങ്ങളാണ് ജീവിതത്തിൽ അവിടുത്തെ നുബുവത്തിൻ്റെ കാലഘട്ടം മുതൽ സംഭവിച്ച പ്രധാന സംഭവങ്ങൾ. മുഅ്ജിസത്തുകൾ ഒരുപാടുണ്ട്. ആദ്യത്തെ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ മുഅ്ജിസത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രാ മിഅ്റാജുമാണ്. പക്ഷേ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയത് 2 സൂറകളിലാണ്. ഒന്ന് സൂറത്തുൽ ഇസ്രായിലും മറ്റൊന്ന് സൂറത്തുൻ നജ്മിലും. ഓക്കെ, സൂറത്തുൻ നജ്മിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ ഓതിയത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മക്കയിൽ നിന്ന് ആകാശത്തേക്ക് പോയില്ല? എന്തുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നു? ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? അങ്ങനെ സംശയം വരൂലേ? നിസ്കാരം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 ആകാശങ്ങൾക്കപ്പുറത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നൽകി? അത് ഭൂമിയിൽ വെച്ച് കൊടുത്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് 50 കൊടുത്തു പിന്നെ അത് 5 ചുരുങ്ങുന്നു? ഇതിൻ്റെയൊക്കെ യുക്തി എന്താണ്? ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ നബി ഞങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാഴ്ചകളിൽ പല സംഭവങ്ങൾ. ഒന്ന്, മദ്യം ഹറാമാകുന്ന വിഷയം, വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നത്, പലിശയെക്കുറിച്ച് പറയുന്നത്, ഫിത്ന പറഞ്ഞുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഒരുപാട് അദാബുകൾ നബി ഞങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ മദ്യം ഹറാമായിട്ടില്ല, നിസ്കാരം നിർബന്ധമായിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് ഈ കാഴ്ചകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു? ബൈത്തുൽ മുഖദ്ദസിൽ അംബിയാഇന് നബി തങ്ങൾ ഇമാമായി നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്രാ മിഅ്റാജിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മളത് അനലൈസ് ചെയ്യുക മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അംബിയാഇന് 2 റക്അത്ത് ഇമാമായി നബി തങ്ങൾ നിസ്കരിക്കുന്നു. അതൊരു അത്ഭുതമാണ്. ആ സംഭവം, നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് ഇസ്രാ മിഅ്റാജിന് ശേഷമല്ലേ? പിന്നെ എങ്ങനെ നബി തങ്ങൾ അതിൻ്റെ മുമ്പ് നിസ്കരിച്ചു? വേണമെങ്കിൽ സംശയമില്ലെങ്കിൽ പിന്നെ ആവശ്യമില്ലേ? സംശയിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം. നമ്മൾ ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇതിന് ഉത്തരം കണ്ടെത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. നമ്മളൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമുക്ക് പറയൽ നിർബന്ധമായ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് തങ്ങളും സാക്ഷ്യം വഹിക്കുക തങ്ങൾക്ക് നിർബന്ധമാണ്. തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. പ്രവാചകത്വത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഹബീബിന് ലഭിച്ച നുബുവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട വലിയ ഒരു ബാധ്യത ഹബീബിൻ്റെ മുമ്പിലുണ്ട്. ആദ്യം ഹബീബ് അത് വിശ്വസിക്കുന്നു, എന്നിട്ട് ജനങ്ങളിലേക്ക് ആ ദഅവത്ത് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅവത്തിന് രണ്ട് സംരക്ഷണങ്ങൾ വേണം. ഒന്ന് എക്സ്റ്റേണൽ പീസ് വേണം, ഇൻറ്റേർണൽ പീസ് വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ ഒരാൾക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിന് സമാധാനം വേണം, പുറമേ സുരക്ഷിതത്വം വേണം. ഒരു യുദ്ധത്തിന് നടുവ് പോയിട്ടൊന്നും വേദം പറയാൻ പറ്റില്ലല്ലോ, ആർക്കും ദഅവത്ത് ചെയ്യാൻ പറ്റില്ല. സുരക്ഷിതത്വം വേണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ഇന്നർ പീസ് ലഭിച്ചിരുന്നത്, അതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ എക്സ്റ്റേണൽ നബി തങ്ങൾക്ക് ലഭിച്ചിരുന്ന പ്രൊട്ടക്ഷൻ അതായിരുന്നു അബൂ ത്വാലിബ് എന്നവർ. അബൂ ത്വാലിബ് എന്നവർ മക്കയുടെ നേതാവാണ്. മക്കയിലെ പ്രമാണിമാരായ ഖുറൈശികൾക്കിടയിലേക്കാണല്ലോ ഖുർആൻ ഇറങ്ങുന്നത്. ഖുർആൻ എന്തുകൊണ്ട് മക്കക്കാർക്ക് വന്നു വേണമെങ്കിൽ സംശയം വരാം. എന്തുകൊണ്ട് മക്കയിൽ അവതരിച്ചു, ഖുർആൻ അങ്ങ് മദീനയിൽ അവതരിച്ചുകൂടായിരുന്നോ? മക്കയാണ് അറബികളുടെ ആസ്ഥാനം. അറബികളായ അറബികൾ, നബത്തുകളുണ്ട്, ഷാമുകാരുണ്ട്, പിന്നെ ഇറാഖിലുണ്ട്, ലോകത്തിൻ്റെ പല നമ്മുടെ അറേബ്യൻ പെനിൻസുലയുടെ ഒരുപാട് ഭാഗങ്ങളിൽ, യമനിലുണ്ട്. പക്ഷേ ഈ അറബികളൊക്കെ നേതൃത്വം വഹിക്കുന്ന അറബ് സമൂഹം മക്കയിലായിരുന്നു, ഖുറൈശികൾ. അവരാണ് പ്രധാനപ്പെട്ട രണ്ട് യാത്രകൾ ചെയ്തിരുന്നത്. റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്. ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. തണുപ്പുകാലത്തും ചൂടുകാലത്തും യാത്ര പോയിരുന്ന ഖുറൈശികളുടെ യാത്രയിൽ അവർക്ക് അഭയം കൊടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ട് അഭയം കിട്ടിയെന്നറിയോ? ഖുറൈശികൾ ആരെങ്കിലും തൊട്ടാൽ ഈ തൊടുന്നവരൊക്കെ എന്തെങ്കിലും മക്കയിൽ വരേണ്ടവരാണ്. അതുകൊണ്ട് ഖുറൈശികൾ പകരം ചെയ്യുന്നവർക്കറിയാം. ഖുറൈശികൾ ആരും തൊടൂല. എന്തേ? ഇവർ കഅബാലയത്തിൻ്റെ ആളുകളാണ്. അതുമാത്രമല്ല, അസ്ഹാബുൽ ഫീലിൻ്റെ ചരിത്രം നാടിന് മൊത്തം അറിയാം. കഅബയെ പൊളിക്കാൻ വന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ സംഭവങ്ങളുടെ പേരിൽ ഖുറൈശികൾക്ക് ഭയങ്കരമായ സ്ഥാനമുണ്ട് അറബികൾക്കിടയിൽ. അതുകൊണ്ട് ആരും അവർ തൊടൂല. ഇവർ കഅബാലയത്തിൻ്റെ സംരക്ഷകരാണ്. കഅബാലയത്തിൻ്റെ റബ്ബ് ആനപ്പടയെ ആട്ടിയോടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ഹൈബത്ത്, ഒരു ഗാംഭീര്യം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അങ്ങനത്തെ ഖുറൈശികൾ എന്ന് പറയുന്ന അറബുകളുടെ തറവാടിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നബിതങ്ങൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ്. ഈ സന്ദേശം സാധാരണക്കാർക്ക് മാത്രമുള്ളതല്ല. എത്ര വലിയ പ്രമാണിയാണെങ്കിലും അവരുടെ മുമ്പിൽ നിയമമാണ്. ഇത് പഠിപ്പിക്കാനാണ് മക്കയിലേക്ക് നബി തങ്ങൾ പറഞ്ഞേക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾ കേൾക്കണം ഇസ്ലാമിൻ്റെ ശരീഅത്ത്. ഖുറൈശികൾ നിസ്കരിക്കണം, അവർ നോമ്പെടുക്കണം, അവർ സക്കാത്ത് കൊടുക്കണം, അവർ ഹജ്ജ് കൊടുക്കണം. അവരുടെ സ്ഥാനം എത്ര വലുതാണെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ നിയമം കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് റിസാലത്ത് മക്കയിൽ വരാനുള്ള കാരണം. അതിൻ്റെ സിർറതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഈമാൻ വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തങ്ങളും അത്തഹിയ്യാത്തിൽ അതാ ഊതുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് റസൂലുള്ളാഹി നിങ്ങൾ പറയുന്ന ആലോചിച്ച് നോക്കി, എന്തൊരു മനോഹരമാണത്. അത് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലീദും ഉമയ്യത്ത് ബിൻ ഖലഫും മുഴുവൻ പറഞ്ഞേ പറ്റൂ. അബൂലഹബും പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിസാലത്തിൻ്റെ മുമ്പിൽ ഒരാളും ചെറുതാവില്ല, ഒരാളും വലുതല്ല. എല്ലാവരും റിസാലത്തിൻ്റെ മുമ്പിൽ താഴെയാണ്. അതുകൊണ്ടാണ് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവർ സമ്മതിക്കാതിരുന്നത്. കാരണം എന്താ? അതൊരു വെറുമൊരു വാക്കാണെങ്കിൽ ഖുറൈശികൾക്ക് പ്രശ്നമില്ലല്ലോ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിനൊരു മദ്ലൂലുണ്ട്, അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രവർത്തനത്തിൽ വേണം, വാക്കിൽ വേണം, ജീവിതത്തിൽ വേണം. അങ്ങനെ വരികയാണെങ്കിൽ ഖുറൈശികളും അവരല്ലാത്തവരും ഒരുപോലെയാണ് എന്ന ഇസ്ലാമിൻ്റെ ഈക്വാലിറ്റി അവർ സമ്മതിക്കേണ്ടി വരും. അവരുടെ ഈഗോ അതിനെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്നു. അല്ലാഹ് ഏകനാണെന്ന് അവർക്ക് തിരിയാത്തത് കൊണ്ടല്ല പല ആളുകൾക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും ഒരു വാക്കല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരാശയമാണ്. ആ ആശയം ജീവിതത്തിൽ പ്രകടിതമായേ പറ്റൂ. അതിന് ഞങ്ങൾ സമ്മതിക്കൂല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഏകരാണ്, നമ്മളൊക്കെ ഒരുപോലെയാണ്. അത് ഖുറൈശികൾക്ക് ചിന്തിക്കാൻ പറ്റൂല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ച് 13 കൊല്ലം തികയുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്തരിക മാനസികമായ വിഷയങ്ങൾക്ക് സമാധാനം നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, എക്സ്റ്റേണൽ അബൂ താലിബിൻ്റെ അനുജൻ്റെ മോനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് എന്ന മക്കയുടെ ചീഫാണ്. മക്കയുടെ ചീഫായ ഹാഷിമിയായ ഒരാളുടെ അനുജൻ്റെ മോൻ, തങ്ങളെ വാപ്പ പോലെ അബൂ താലിബ് കാണുന്നത്. അദ്ദേഹം മുസ്ലിം ആയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഖുറൈശികൾ തൊടുകയാണെങ്കിൽ ഹാഷിം കുടുംബം വിട്ടുകൊടുക്കില്ല. കാരണം അതവരുടെ കുടുംബ വിഷയമായിട്ട് മാറും. ഹാഷിം കുടുംബവും ഖുറൈശികളുടെ നേതാക്കന്മാരും തമ്മിൽ കലാപം നടക്കും ഇവിടെ. അതുകൊണ്ട് അബൂ താലിബ് ജീവിച്ചിരിക്കുന്ന കാലം ആരും ഹബീബിനെ തൊടാൻ വന്നിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അബൂ താലിബ് എങ്ങാനും മുസ്ലിമായിരുന്നുവെങ്കിൽ അബൂ താലിബിനെ അടക്കം ഒരു കൊല്ലുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അബൂ താലിബിനെ മുശ്രിക്കായിട്ട് തന്നെ നിലനിർത്തി. എന്നിട്ട് നബി തങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. അത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ്. അല്ലെങ്കിൽ അവർ പറയും വാപ്പയും മോനും അനിയൻ്റെ മോനും മുത്താപ്പയും ഒരു മതത്തിൻ്റെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞവർക്ക് മേക്കെട്ട് വരാൻ എളുപ്പമായിരുന്നു. പക്ഷേ അബൂ താലിബ് അവരുടെ നേതാവാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ. ആ നേതാവ് നബിക്ക് ഫുൾ സപ്പോർട്ട്. അബൂ താലിബിൻ്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്ബാബുകൾ നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥ വരുന്നു. കാരണം ജീവിക്കാൻ അസ്ബാബുകൾ വേണം. നമ്മൾ മനുഷ്യർ അള്ളാഹുവിൻ്റെ സബബുകളാണ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കുട്ടിക്ക് ഒരു വാപ്പയും ഉമ്മയും ഉണ്ടാവുക, ഒരു കുട്ടിക്ക് ജ്യേഷ്ഠന് അനുജനുണ്ടാവുന്നത്, പെങ്ങളുണ്ടാകുന്നത്, അധ്യാപകരുണ്ടാകുന്നത്, കൂട്ടുകാർ, ഫ്രണ്ട്സ് ഉണ്ടാകുക, ഇതൊക്കെ അള്ളാഹു നൽകുന്ന സബബുകളാണ്. ഈ സബബുകൾ അറ്റപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ് ത്വായിഫിലേക്ക്. ആമുൽ ഹുസ്ൻ എന്ന ആ വർഷത്തെ അറിയപ്പെടുന്നത്. അബൂ താലിബ് എന്നവരും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും ഒരുമിച്ച് വഫാത്തായത് ഒരു വർഷമാണ്. ആ വർഷത്തിൻ്റെ പേര് ആമുൽ ഹുസ്ൻ, ദ ഇയർ ഓഫ് സോറോ, ദുഃഖത്തിൻ്റെ കാലഘട്ടം, ദുഃഖത്തിൻ്റെ വർഷം എന്നാണ്. തങ്ങൾക്കത് ദുഃഖമായിരുന്നു, തങ്ങൾക്ക് വേദനയായി. കാരണം നബുവത്തിൻ്റെ ഈ ദൗത്യം എങ്ങനെ നബി തങ്ങൾ നിർവഹിക്കും? അബൂ താലിബ് ഇല്ലല്ലോ, ഇവർ സമ്മതിക്കുകയും ചെയ്യില്ലല്ലോ. ആ വിഷമം നബി തങ്ങൾക്കുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ത്വായിഫിലേക്ക് പോകുന്നു. ത്വായിഫിലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം തങ്ങൾ നടന്നിട്ടുണ്ടാവുമെന്നാണ് അനുമാനം, ചരിത്രത്തിൻ്റെ അനുമാനം. 60 കിലോമീറ്റർ എന്തായാലും ഉണ്ട്, ഷോർട്ട് പോയാൽ തന്നെ ഒരു 100 കിലോമീറ്ററെങ്കിലും തങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അബ്ദു യാലീലിബിന് അബ്ദു കുലാൽ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ നേതാവിനെ നബി തങ്ങൾ പോയി കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും കൊടുത്ത മറുപടി ഭയങ്കരമായ സങ്കടകരമായിരുന്നു. ഒരാൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ നിങ്ങൾ വലിയ ആളല്ല, നിങ്ങളോട് സംസാരിക്കാൻ ഞാനായിട്ടില്ല, ഞാൻ പോവാണ്. പിന്നെ ഒരാൾ പറഞ്ഞു, നിങ്ങളെക്കാളും മെച്ചുള്ള ഒരാളെയൊന്നും അള്ളാഹ്ക്ക് കിട്ടിയില്ലേ? വേറൊരാൾ വന്നിട്ട് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. അങ്ങനെ നബി തങ്ങളോട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സഹായാഭ്യർത്ഥന ചെയ്തുവെന്നും നിങ്ങളത് നിരസിച്ചുവെന്നും ഖുറൈശികളോട് പറയണ്ട. നാട്ടുകാരോട് പറഞ്ഞ് മാനം കെടുത്തരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറയും. ഉടനെ തന്നെ ആളയച്ചു മക്കയിൽ പോയി പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, അത് മാത്രമല്ല. അപ്പോൾ നബി തങ്ങൾ പറയുന്ന, ഞാൻ സമാധാനപരമായിട്ടൊന്ന് പോവാണ്. നിങ്ങൾ പോവണ്ട, ഞങ്ങൾ ഭ്രാന്തന്മാരെയും കുട്ടികളെയും കൊണ്ട് എറിഞ്ഞോടിച്ച് നിങ്ങളവിടെ നിന്ന് പുറത്താക്കുന്നവർ. ആ വേദനയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖർനുൽ മനാസിലേക്ക് ഇറങ്ങി വരുന്നത്, ഖർനു സആലിബിലേക്ക്. ഇന്നത്തെ മീഖാത്താണ്, ത്വായിഫിൻ്റെ മീഖാത്താണത്. അവിടേക്ക് നബി തങ്ങൾ വന്നിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബാബുകൾ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ സഹായം ലഭിക്കേണ്ട കാരണങ്ങളില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പോയി, അബൂ താലിബ് എന്നവർ പോയി.
ആകെ പ്രതീക്ഷയുള്ളത് ഉമ്മാൻ്റെ കുടുംബക്കാരാണ്, ത്വായിഫുകാർ, സഖീഫ് ഗോത്രക്കാരാണ്. അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അപ്പോൾ ദുനിയാവിൽ ലഭിതങ്ങൾക്ക് അസ്ബാബുകളില്ല. അസ്ബാബുകളില്ലെങ്കിൽ മുസബ്ബിബായ അള്ളാഹുലേക്ക് മനുഷ്യൻ തിരിയണം. ആ സബബുണ്ടായിരിക്കെ സബബിലേക്ക് തിരിയാനാണ് നമ്മളോട് പറയാം. അള്ളാഹു തആല പറഞ്ഞു സബബുണ്ടെങ്കിൽ സബബിലേക്ക് തിരിയേണ്ടത്. സബബിലൂടെ അള്ളാഹു തആല കാര്യം നടത്തി തരും. പക്ഷേ സബബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുസബ്ബിബായ അള്ളാഹുലേക്ക് നേരിട്ടാണ് പിന്നെ ബന്ധപ്പെടുക. ആ ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ഇസ്രാ മിഅ്റാജിലൂടെ നമ്മൾ കാണുക. അസ്ബാബ് നഷ്ടപ്പെട്ടാൽ മുസബ്ബിബിലേക്ക് നേരിട്ട്. അതിൻ്റെ ഉദാഹരണം സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവമാണ്. ഇദ്നാദാ റബ്ബ, സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. കുട്ടികളുണ്ടായിട്ടില്ല. കുട്ടികളുണ്ടാവണമെങ്കിൽ ആരോഗ്യം വേണം, യൗവനം വേണം, ഭാര്യ വേണം, ഭാര്യയ്ക്ക് ആരോഗ്യം വേണം, അവർ തമ്മിൽ ശാരീരിക ബന്ധം വേണം. പക്ഷേ ശരീരമാസകലം തളർന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സക്കരിയ നബി അലൈഹിസ്സലാം, വഹനൽ അദുമു മിന്നി, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമാണ്, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റൂല. വഷ്തഅല റഅസു ശൈബ, എൻ്റെ തലയാകെ നരബാധിച്ച് തിളങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം സബബില്ല. വകാനത്ത് ഇംറഅതി ആഖിറ, എൻ്റെ പെണ്ണ് ഒരിക്കലും പ്രസവിച്ചിട്ട് പോലുമില്ല, വേറൊരാളുടെ ഭാര്യയായിട്ട് പോലും പ്രസവിച്ചിട്ടില്ല, എനിക്കും മക്കളുണ്ടായില്ല അവരിൽ നിന്ന്. എൻ്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്ത മച്ചിയായ പെണ്ണാണ്. അപ്പോൾ സബബുകളൊക്കെ തീർന്നു. അപ്പോഴാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ മുമ്പിൽ ഫ്രൂട്ട്സ് വെച്ച് കഴിക്കുന്നത് കാണുന്നത്. എവിടുന്നാണ് കിട്ടിയത് മറിയമേ? പറഞ്ഞില്ലേ, ഹാദാ മിൻ ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹു തന്നതാണ്. ഒരു കച്ചവടക്കാരനും കൊണ്ടുതരാതെയോ ഒരാളും ഈ പള്ളിക്ക് എത്തിച്ചു തരാതെയോ, അതെ ഇത് അള്ളാഹു എൻ്റെ റൂമിലേക്ക്, ഈ മെഹ്റാബിലേക്ക്, മെഹ്റാബ് എന്ന് പറഞ്ഞ റൂമിന, ആ റൂമിലേക്ക് ഇറക്കി തന്നതാണ്. അപ്പോഴാണ് ഹുനാലിക ദഅ സക്കരിയ, അവിടെ സക്കരിയ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ സബബുകളില്ലാതെ മറിയം ബീവിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോയി കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ സബബില്ലാതെ എനിക്ക് മക്കളെ തരാൻ നിനക്ക് കഴിയുമല്ലോ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ സ്വാലിഹ. അസ്ബാബുകൾ ഉള്ള സമയത്ത് ദുആ ഇരക്കുന്ന പോലെയല്ല അസ്ബാബുകൾ ഇല്ലാതിരുന്നാൽ. കാര്യമായ അസുഖമൊന്നുമില്ലെങ്കിൽ പടച്ചോനെ രോഗം തരല്ലേ, എൻ്റെ ചെറിയ അസുഖമൊക്കെ മാറ്റിത്തരണേ, അതൊന്നും വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രോഗം മരണം കൊണ്ടേ തീരുള്ളൂ, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇതിന് വലിയ മരുന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അസ്ബാബുകൾ മുറിഞ്ഞുപോയാൽ മുസബ്ബിബായ അള്ളാഹുലേക്ക് നേരിട്ട് ബന്ധപ്പെട്ട് അതിന് പരിഹാരം കാണാൻ പറ്റുന്നതാണ്. ആ ബന്ധപ്പെടുന്നതിൻ്റെ ഏറ്റ വ്യത്യാസം ഒരു ഖൽഖിൻ്റെ, ഒരു സൃഷ്ടിയുടെ ഖൽബിൽ വരുന്ന വ്യത്യാസം ഭയങ്കര വലുതാണ്. മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ചികിത്സിക്കാൻ പൈസ ഉണ്ട്. ആ മനുഷ്യൻ ദുആ ഇരക്കുന്ന ദുആ പോലെയല്ല, പൈസ ഇല്ല, രോഗം മാറുന്നു തോന്നുന്നില്ല, ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മുൽത്തർ അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, അതല്ലേ അല്ലാഹു തആല പറഞ്ഞു. മുൽത്തർ, ഞാൻ കുടുങ്ങിപ്പോയി എന്നൊരു മനുഷ്യന് ബോധ്യപ്പെടണം, എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല തമ്പുരാനെ. അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്ന് പഠിച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് നബിയെ അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ സഹായത്തിൻ്റെ, നുസ്രത്തിൻ്റെ, അങ്ങക്ക് സംരക്ഷണത്തിൻ്റെ എല്ലാ അസ്ബാബുകളും മുറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് നബി നിങ്ങൾ കയ്യുർത്തി ദുആ ഇരക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇലൈക അഷ്കു ബത്തി വഹുസ്നി വഹവാനി അലന്നാസ്. ഖർനു സആലിബ് എന്ന് പറയുന്ന പാറക്കൂട്ടങ്ങളുടെ അരികത്ത് വന്ന് നബി ഞങ്ങൾ ദുആ ചെയ്യുന്നു. പിന്നെ ത്വായിഫിൽ, അള്ളാഹുവേ നിന്നോട് ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിക്കുകയാണ് റബ്ബേ. വദുഅഫി, എൻ്റെ ദുർബലത. ഹാഷിമിയായ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഭ്രാന്തന്മാരെ കൊണ്ട് എറിഞ്ഞുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഹാഷിം കുടുംബത്തിൽ കുട്ടിയോട് അങ്ങനെ അവർ ചെയ്യൂല. അങ്ങനെ ഉണ്ടോ? 40 വയസ്സ് കഴിഞ്ഞ് 50 കഴിഞ്ഞ് പുണ്യ നബിയോട് അവർ ചെയ്യുന്നത്, അതും അൽ അമീനായ നബിയോട്. ഹാഷിം കുടുംബത്തിൽ കുടുംബത്തിൻ്റെ പേരിട്ടാൽ പേടിക്കും. അങ്ങനത്തെ കുടുംബമാണത്. ആ കുടുംബത്തിലെ ഒരു മഹാനായ മനുഷ്യനെ ഒരു പേപ്പട്ടിയുടെ വില പോലും കൊടുക്കാതെ അവർ അങ്ങനെ പെരുമാറിയത് ഹബീബാ നബിക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മുഖത്ത് മുറിവുണ്ട്, പല്ല് പൊട്ടിയിട്ടുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്. നബിയെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹബീബായ നബിയെ ഹൽ മർറ അലൈക്, അങ്ങയുടെ ജീവിതത്തിൽ ഉഹദിനോളം സങ്കടമുള്ള ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ടോ? തങ്ങളെ കൊടുത്ത മറുപടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവമാണ്. ഉണ്ട് ആയിഷ, ത്വായിഫിലേക്ക് ഞാൻ പോയ നേരത്ത് എനിക്കുണ്ടായ അനുഭവം ഉഹദിനേക്കാളും വേദനാജനകമാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ സങ്കടം ബോധിപ്പിക്കുകയാണ്. ഞാൻ ദുർബലനായി പോയല്ലോ. വഖില്ലത ഹീലതി, അവരുടെ അടുത്ത് രക്ഷപ്പെടാൻ ഒരു കുതന്ത്രവും ഒരു തന്ത്രവും എൻ്റെ കയ്യിലില്ലല്ലോ പടച്ചോനെ. എന്നിട്ട് പറഞ്ഞിട്ട് അല്ലാഹു ഇല്ലാ മൻ തകിലുനി, ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ആരെയാണ് നീ എൻ്റെ വിഷയം ഏൽപ്പിക്കുന്നത്?
എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കിതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. വലക്കൽ ഉത്ബ ലക്കൽ ഉത്ബ ഹത്താ തർളാ, നിനക്ക് മതിവരോളം സ്തുതിയും എല്ലാ ശുക്റും അല്ലാഹു നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് റബ്ബിലേക്ക് മുതവജ്ജിഹാവുകയാണ്. ഞാനില്ല, സംരക്ഷണം അള്ളാഹുവിൻ്റെ സംരക്ഷണം മാത്രമാണ്. അവിടെ നിന്നാണ് ഇസ്രാഇൻ്റെ ആരംഭം കുറിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്രാ നടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇസ്രാഇനെ കുറിച്ച് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അറബ് ഭാഷ ഭയങ്കര അത്ഭുതമുള്ള ഭാഷയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് സുബ്ഹാന, അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ സുബ്ഹാനക്ക് ശേഷം പറയാൻ പോകുന്ന മുഴുവൻ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ടേ മനസ്സിലാക്കാൻ പാടുള്ളൂ. നല്ല കരുത്തുള്ള ഒരാൾ, നല്ല ആരോഗ്യ മസിലുള്ള ഒരാൾ, വെയിറ്റ് ലിഫ്റ്ററാണെന്ന് വിചാരിക്കുക. അയാൾ പറയുന്നു ഞാനൊരു 50 കിലോ ഒക്കെ എൻ്റെ 4 വിരലിലെടുക്കും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ്റെ കഴിവനുസരിച്ച് ആ പറഞ്ഞ വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ, അല്ലേ? മല കയറുന്ന ആളാണ്, ഹിമാലയം കയറി എവറസ്റ്റ് കയറിയ ആളാണ്, പറയുന്നത് ഞാൻ ജബൽ അഫീദൊക്കെ 1/2 മണിക്കൂർ കൊണ്ട് കയറി താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ ആരാണിത്, ആ സ്റ്റേറ്റ്മെൻ്റ് ആരുടേതാണ്? അയാളുടെ കഴിവനുസരിച്ച് ആ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ട് സുബ്ഹാന, ഇവിടെ നടക്കാൻ പോകുന്ന വിഷയം പരിശുദ്ധനായ മനുഷ്യരുടെ പോലെ ഒരു ദുർബലതയും ബാധിക്കാത്ത റബ്ബിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഇനി പറയുന്ന വിഷയം നിങ്ങളുടെ കഴിവനുസരിച്ചല്ല നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. പടച്ചതമ്പുരാനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിൻ്റെ കഴിവ് വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കണം. അസ്റാ ബി അബ്ദിഹി, അള്ളാഹിൻ്റെ അബ്ദിനെ അള്ളാഹു രാത്രിയിൽ റബ്ബ് കൊണ്ടുപോയി. നിങ്ങൾ പറയാം നിങ്ങളുടെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ ഒരു 10 നിലയിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒറ്റക്ക് കയറി എന്ന് പറയുന്നതും നിങ്ങൾ കൂടെ കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യത്യാസമല്ലേ ഉണ്ട്. ആ കുട്ടി ഒറ്റക്ക് കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പുണ്യനബി ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഒറ്റക്ക് രാത്രി പോയി എന്ന്. അല്ല, എന്നെ റബ്ബ് കൊണ്ടുപോയി എന്നാണ്. അസ്റാ, സറ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് പോയി എന്നാണ്. അസ്റാ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ടുപോയി എന്നാ. ആര് കൊണ്ടുപോയി? അസ്റാ സുബ്ഹാനയായ റബ്ബ് കൊണ്ടുപോയി. അസ്റാ ബി അബ്ദിഹി, പുണ്യനബി ഞങ്ങളെ കൊണ്ടുപോയി രാത്രിയിൽ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ മനുഷ്യൻ്റെ ഒരു യാത്രയിൽ സ്ഥലകാല ബന്ധങ്ങളെ നമ്മൾ അനുമാനിച്ചേ പറ്റൂ. ഇവിടുന്ന് ദുബൈയിലേക്ക് നമ്മളിപ്പോൾ ഒരു 100 കൊല്ലം മുമ്പ് സംസാരിച്ച് പറയാം, അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് അന്നൊരു പക്ഷേ 2 ദിവസം എടുക്കുന്ന ദൂരമാണെന്ന് വിചാരിക്കാം. ഒട്ടകപ്പുറത്ത് നമ്മളൊരു 100 കൊല്ലം മുമ്പ് പറഞ്ഞു ഈ ദൂരം നമ്മളൊരു കുറച്ചൊരു സ്ലോ റണ്ണിങ് കാർ വെച്ച് നോക്കിയാൽ ഒരു 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും. പിന്നെ പറഞ്ഞു ഇല്ല, ഇത് നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യും. പിന്നെ പറഞ്ഞു വേണ്ട, 1 മണിക്കൂർ വേണ്ട, 3/4 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ്സ് അതും വേണ്ട, അതിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഡിസ്റ്റൻസ് കവർ. ഇവിടെ ഇറങ്ങി പൊന്തുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇതിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് 5 മിനിറ്റ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ 10 മിനിറ്റ് താഴെ എടുക്കുള്ളൂ. ഇത് നമ്മളൊരു 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കഴിവ് വെച്ച് നോക്കിയാൽ ഇമ്പോസിബിൾ. എന്താണ് മൗലവി പറയണത്? നടക്കാൻ പോണ കാര്യമാണോ ഇത് എന്ന് പറയില്ലേ? പറയും. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇത് സാധ്യമായി കഴിഞ്ഞു. എന്തേ? അതിൻ്റെ അസ്ബാബുകൾ നമ്മുടെ മുമ്പിൽ കണ്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇത് സാധ്യമാണ്, അല്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാം സുബ്ഹാന, പരിശുദ്ധനായ അള്ളാഹുവാണ് കാര്യം നടത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയവും കാലവും ഇതിന് പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സമയവും കാലവും എനിക്ക് പ്രശ്നമല്ല. അങ്ങനത്തെ ഞാനാണിത് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ കഴിവനുസരിച്ചാണ് നിങ്ങൾ ഇസ്രാഈലിനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബുദ്ധി വെച്ചല്ല, നിങ്ങളുടെ കഴിവ് വെച്ചുമല്ല. അതിനാണ് അള്ളാഹു ആ സൂറത്തിനെ സുബ്ഹാന വെച്ച് ആരംഭിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മക്കയിൽ നിന്ന് കൊണ്ടുപോയില്ല? മക്കയിൽ നിന്ന് മുങ്ങിയ പോരായിരുന്നോ? മക്കയല്ലേ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. എന്തായിരിക്കും അതിന് ഉത്തരം? ആർക്കെങ്കിലും ഉത്തരം തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് മക്കയിൽ നിന്നായില്ല? നേരിട്ട് ഏഴാകാശങ്ങളിലേക്ക് പോയാൽ പോരായിരുന്നോ? ഇവിടുന്ന് മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി അവിടുന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇവിടുന്ന് പോയാൽ പോരെ? കൈ പൊക്കണം. ആരും ഉത്തരം പറയണത്?
എങ്ങനെ? ബൈത്തുൽ മുഖദ്ദസ് ബറക്കത്തുണ്ട്, പക്ഷെ ബൈത്തുൽ മുഖദ്ദസിനേക്കാളും ബറക്കത്ത് മക്കക്കുണ്ട്. മക്ക ബറക്കത്ത് ചുറ്റുമുള്ള സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്, ശരി തന്നെ. പക്ഷേ ഫളീലത്തും സ്ഥാനവും കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മേലെയാണ് അത് ഹറമുള്ളത്. അതുകൊണ്ട് ഹറമെന്ന് പോയാൽ എന്തായിരുന്നു കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? എങ്ങനെ? ആ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും? വെരി ഗുഡ്. അതിൻ്റെ ഉത്തരമാണ് നിങ്ങളാ പറഞ്ഞത്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയി എന്ന് പറഞ്ഞാൽ, മസ്ജിദുൽ അഖ്സയുടെ അന്നത്തെ പേര് ഈലിയ എന്നാണ്, ഇന്നത്തെ ജെറൂസലേമിലുള്ള. നമ്മളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ 6, 7, 8 പ്രാവശ്യം പോയി കാണും. ഈലിയയാണ് ആ സ്ഥലത്തിൻ്റെ പേര്, പഴയ പേര് ഈലിയ. ഈലിയയിലേക്ക് അറബികൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് ആ ഡിസ്റ്റൻസ് അറിയാം. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ലേ അവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹറമിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് അവരാരും പോയിട്ടില്ല. നേരെ മറിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ജെറൂസലേമിലേക്ക് മക്കയിൽ നിന്ന് യാത്ര പോകാൻ എത്ര സമയമെടുക്കുമെന്ന് അറബികൾക്കറിയാം. അന്നത്തെ കണക്ക് പ്രകാരം പോയി വരാൻ 40 ദിവസം എടുക്കും. ഒരു 20 days വൺ സൈഡ്, 20 days റിട്ടേൺ. അപ്പോൾ 40 days ജേണിയാണത്. ഈ ഒരു യാത്ര നബിതങ്ങൾ ചെയ്തു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ യാത്രാ സംഘം നാളെ രാവിലെ മക്കയിലെത്തും, നിങ്ങളുടെ ഒട്ടക സംഘം നാളെ വൈകുന്നേരം എത്തും, നിങ്ങളുടെ സംഘം മറ്റന്നാൾ രാവിലെ എത്തുന്നത്. ആ ഇടയിലുള്ള സംഭവം പറഞ്ഞു കൊടുക്കുന്നു. മസ്ജിദുൽ അഖ്സയുടെ വാതിലും ജനലിൻ്റെയും എണ്ണം അവർ ചോദിച്ചു. നബിതങ്ങൾക്ക് അള്ളാഹു മുമ്പിൽ കാണിച്ചു കൊടുത്ത് തങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയുന്ന ഈ സ്ഥലം ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നബിതങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാത്ത മലക്കൂത്തിൽ എത്ര സ്പീഡ് പോയാലും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അത് അംഗീകരിക്കാൻ പ്രയാസമില്ല. ഭൂമിയിലുള്ള ഈ യാത്ര നബിതങ്ങളുടെ ആകാശത്തേക്കുള്ള യാത്രയുടെ തെളിവാണ്, പ്രൂഫാണിത്. പ്രൂഫുള്ള ഒരു യാത്ര ഭൂമിയിൽ ചെയ്തു. ആ യാത്രക്ക് തന്നെ അള്ളാഹു സമയം വളരെ കുറച്ചേ സമയമെടുത്തില്ല എന്ന് പറയാം. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ അള്ളാഹു ഇത് സാധിച്ചു എന്ന്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, Allah is capable of doing anything in any way He wants. ഇതാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിയോട് പറയാണ്, ഒരു ബക്കറ്റ് വെള്ളപ്പാ നമ്മുടെ റിസപ്ഷൻ നിന്ന് വൈദ്യുതിക്കാരുടെ അടുത്തുനിന്ന് ഈ സ്റ്റേജിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് എത്തിക്കുന്ന സമയമല്ല. ഇപ്പോൾ സാജിദിനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ സാജിദിൽ ഫാസ്റ്റാക്കി എത്തൂലേ? എത്തും. ഒരു കുഞ്ഞ് നടക്കണ പോലെയല്ല ഒരു മുതിർന്ന ആൾ നടക്കണത്. അതും വെച്ച് ഓടിയാൽ അങ്ങനെയല്ല, അതൊരു ട്രോളിൽ വെച്ച് വരികയാണെങ്കിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് അങ്ങനെയല്ല. എത്രത്തോളം നമ്മൾ ശക്തി കൂടുന്നുണ്ടോ അതനുസരിച്ച് സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഒരു നിയമമാണ്, ദ ലോ ഓഫ് നേച്ചർ. അതിൻ്റെ പവർ കൂടിക്കഴിഞ്ഞാൽ സമയം കുറയും, അല്ലേ? ഫാസ്റ്റായിട്ട് കാറ് പോകുമെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ RPM കൂടുന്നില്ലേ? കൂടുന്തോറും സമയം കുറഞ്ഞു വരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ മെഹബൂബായ നബിതങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സുബ്ഹാനയായ റബ്ബ് തആല അള്ളാഹുവിൻ്റെ ഖാനൂന് വെച്ച്, റബ്ബിൻ്റെ നിയമം വെച്ച് അള്ളാഹു തആല ഹബീബിനെ വളരെ കുറഞ്ഞ സമയം എന്ന് പറയുന്നത് പോലും നബിതങ്ങൾ കാര്യങ്ങൾ കാണാനും ചോദിക്കാനും എടുത്ത സമയമാണെന്നാ, യാത്ര ചെയ്യാൻ സമയം എടുത്തിട്ടില്ല എന്നാണ്. തങ്ങൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താ ജിബ്രീൽ തങ്ങളെ ഇത്? അതിന് മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ നബിതങ്ങൾ കണ്ട മർഇയാത്ത്, നബിതങ്ങൾ കണ്ട കാര്യങ്ങൾക്കാണ് സമയമെടുത്തതെന്നാണ്. കാരണം മനുഷ്യൻ്റെ ചിന്തയിൽ വന്ന ഏറ്റവും വലിയ വെലോസിറ്റി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്, ഏറ്റവും വലിയ സ്പീഡുള്ള സാധനം. അള്ളാഹുവിൻ്റെ കണക്കിൽ അതൊക്കെ നിസ്സാരമാണ്. ഹബീബായ നബിതങ്ങളെ അള്ളാഹു തആല, മെഹബൂബായ നബിതങ്ങളെ അള്ള കൊണ്ടുപോയി. നബിതങ്ങൾ പോയി എന്നല്ലല്ലോ പറഞ്ഞത്, ഞാൻ പോയി വന്നു എന്നല്ല പറയുന്നത്, എന്നെ എൻ്റെ റബ്ബ് കൊണ്ടുപോയി. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷ്യം അതാണ്. അള്ള കൊണ്ടുപോയി, തീർന്നവിടെ. പിന്നെ അള്ള ആരാന്ന് സംശയമുള്ളവർ അത് പഠിച്ചാൽ മതി. റബ്ബിനെ മനസ്സിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചോദ്യമല്ല. അതുകൊണ്ടാണ് ഇസ്രാ പറഞ്ഞ വ്യക്തതയിൽ അള്ളാഹു മിഅ്റാജിനെ പറയാതിരുന്നത്. സൂറത്തുൻ നജ്മിലെ ഈ ആയത്തുകൾ നമുക്ക് തഫ്സീറിൽ മനസ്സിലാവും. അത് ജിബ്രീൽ തങ്ങളെ കണ്ടു എന്നാണ്, അള്ളാഹിനെ കണ്ടു എന്നാണ് മുഫസ്സിരീങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയും. കാരണം ഖണ്ഡിതമായി പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയിൽ നടന്ന ഈ വിഷയം അല്ലാഹ് ഖണ്ഡിതമായി പറഞ്ഞു. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയാ സംഭവം, മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിന. നമ്മൾ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാ, നബിയെ കാണാൻ കൊണ്ടുപോയതല്ല. നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴേ നബി കാണുന്നുള്ളൂ.
ഇങ്ങനെ ഒരുപാട് ഹിക്മത്തുകൾ നിറഞ്ഞൊരു യാത്രയാണത്. അപ്പോൾ അല്ലാഹു തആല അങ്ങനെ അവ്യക്തത എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ദുന്യാവിൽ നടന്നതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഈ മസ്ജിദുൽ അഖ്സയുടെയും മസ്ജിദുൽ ഹറാമിൻ്റെയും ഇടയിലെ ഡിസ്റ്റൻസ് നബി തങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിവോടെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ ആ റസൂൽ ഞാൻ ആകാശത്തേക്ക് പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പിന്നെ തെളിവേണ്ട ആവശ്യമില്ലല്ലോ. ദുന്യാവിലെ വിഷയം തെളിഞ്ഞില്ലേ? അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് യാത്ര ആരംഭിക്കാത്തത്. കാരണം മക്കയിൽ നിന്ന് ഡയറക്റ്റ് ആകാശത്തേക്ക് പോയാൽ തെളിവില്ല, കാരണം ആരും പോയിട്ടില്ലല്ലോ മുമ്പ്. ഇത് ഇവർക്കറിയുന്ന ഡിസ്റ്റൻസാണ്, അവർക്ക് പരിചയമുള്ള ദൂരമാണ്. അടയാളങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന് മുഴുവൻ നബി തങ്ങൾ ആൻസറും കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിനുരിയഹു മിൻ ആയാതിന, ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ആദ്യം കൊടുത്തത് എന്താണ്? നബി തങ്ങൾക്ക് നടക്കുന്ന ആദ്യത്തെ കാഴ്ച പാലും മദ്യവും കൊടുക്കുന്നതാണ്, ഖംർ. നബി തങ്ങൾ എന്ത് തിരഞ്ഞെടുത്തു? പാല് തിരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഹുദീതൽ ഫിത്ര, നബി തങ്ങളെ അങ്ങ് ഫിത്രയാണ് തിരഞ്ഞെടുത്തത്, ശുദ്ധമായ ദ പ്യൂർ ഇന്നേറ്റ് നേച്ചർ, ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും ശുദ്ധമായ പ്രകൃതം, അതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ മദ്യം നിരോധിച്ചിട്ടില്ല മദീനത്ത്. മദ്യനിരോധനം വരുന്നത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്, ഉഹദ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ മദ്യനിരോധനം നടന്നിട്ടില്ല. പക്ഷെ അള്ളാഹു ഒരു സൂചന ഇവിടെ കൊടുത്തു. ഇസ്രാ മേറാജ് കഴിഞ്ഞ് വരുമ്പം തന്നെ നബി തങ്ങൾക്ക് മദ്യത്തിൻ്റെ പ്രശ്നം ഇഖ്തർതൽ ഫിത്ര, നബിയെ നിങ്ങൾ ശുദ്ധമായ സാധനം തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് ശുദ്ധം? മദ്യം എന്നത് മനുഷ്യൻ്റെ കൈകടത്തലുണ്ടായിട്ടാണ് ഈ മുന്തിരിച്ചാറ് മദ്യമായിട്ട് മാറുന്നത്. മറ്റേത് പാല് അള്ളാഹു നേരിട്ട് പാകം ചെയ്തെന്ന് മനുഷ്യൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇല്ല, അത് പ്യൂറാണ്, അതിനെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കുക. പ്രകൃതിയിൽ നിന്ന് അള്ളാഹു നൽകുന്നത് ഭക്ഷണമാണ്, മനുഷ്യൻ കൈകടത്തുമ്പോഴാണത് ഹറാമായ മദ്യങ്ങളായിട്ട് പാനീയങ്ങളായിട്ട് മാറുന്നത്. ഈ ആദ്യത്തെ പോയിന്റ് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞുതരാം സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ കൈകടത്തുമ്പോഴേ പ്രശ്നമുള്ളൂ. മുന്തിരിയുടെ ഒരു മുന്തിരി ജ്യൂസ് കുടിക്കും, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വൈനായി മാറിയാൽ അത് നിങ്ങൾ ചെയ്യുന്ന പണിയാണ്. അതിലൂടെ നിങ്ങൾ അള്ളാഹു അരുതെന്ന് പറഞ്ഞതാ ചെയ്തു കൂട്ടിയത്. അത് നിങ്ങളുടെ ബുദ്ധിയെ മറക്കുന്നതും ബുദ്ധിയെ മറപ്പിച്ച് കളയുന്ന സംഗതിയാണ്. നിങ്ങളുടെ ഓർമ്മയെ, നിങ്ങളുടെ ബോധത്തെ ഇല്ലായ്മ ചെയ്യും. അങ്ങനത്തെ ഒരു സംഗതി നിങ്ങൾ ചെയ്യരുത്, അത് പ്രകൃതി വിരുദ്ധമാണ്. കാരണം കള്ള് നിരോധിക്കുന്ന സമയത്ത് ഇറങ്ങിയ ആയത്ത് നോക്കിയാൽ മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ തമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസനാ. ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ത്? സഖറൻ, മത്ത് പിടിക്കുന്നത്. സഖറൻ, അസ്സഖർ എന്ന് പറഞ്ഞില്ല, ദ ഇൻടോക്സിക്കൻ്റ് എന്ന് പറഞ്ഞില്ല, ഇൻടോക്സിക്കൻസ്. വറിസ്ഖൻ ഹസനൻ, നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഈ ഭക്ഷണം എന്ന് പറഞ്ഞുകൊടുത്താണ് അള്ളാഹു ഹസനൻ എന്ന് പറഞ്ഞത്. സഖർ എന്ന് പറഞ്ഞുകൊടുത്ത്, ലഹരിയെ പറഞ്ഞുകൊടുത്ത് നല്ലത് എന്ന് പറഞ്ഞില്ല. അപ്പം തന്നെ ഭാഷ അറിയുന്ന അറബികൾക്ക് മനസ്സിലായി മത്ത് പിടിക്കുന്ന സാധനം അത് നല്ലതല്ല. മക്കയിലായിരിക്കെ തന്നെ നിസ്കാരമുണ്ട്, സ്വഹാബികൾക്ക് നിസ്കാരം നിർബന്ധമായിട്ടില്ല. തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് സ്വഹാബികൾ നിസ്കരിക്കാറുണ്ട്. പക്ഷെ നബി തങ്ങൾക്ക് നിസ്കാരമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ നിസ്കാരം രാവിലെ സുബഹിക്ക് 2 റക്അത്തും മഗ്രിബിന് 2 റക്അത്തും, അങ്ങനെ 2 റക്അത്ത് രാവിലെയും 2 റക്അത്തും വൈകുന്നേരവുമായി നബി തങ്ങൾ നിസ്കരിക്കുന്നു. മക്കക്കാലത്ത് തന്നെ നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ 5 വക്തായിട്ട് നൽകപ്പെടുന്നു. ഇബ്രാഹിം നബിൻ്റെ നിസ്കാരം അങ്ങനെയായിരുന്നു എന്നാ, റക്അത്താനി ഫിൽ ഗുദുവി വറക്അത്താനി ഫിൽ അസ്വീൽ, രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും, അങ്ങനെയായിരുന്നു. അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിക്കണ്ടേ? നമ്മളെ ശരിയാത്ത അതല്ല, നമുക്കുള്ള സൗകര്യമൊന്നും അവർക്ക് കിട്ടിയിട്ടുമില്ല. അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആകാശലോകത്തേക്ക് പോയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്, അല്ലേ? മിഅ്റാജ് എന്ന് പറയുന്ന യാത്ര അതാണ്. നിസ്കാരം നൽകപ്പെടുന്നത് അവിടെയാണ്. നമ്മൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. നിസ്കാരം നൽകപ്പെടുന്നത് അവിടെയാണ്. ബാക്കി ഇബാദത്തിൻ്റെ, നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന്, അള്ളാഹുവെ നിൻ്റെ വിഷയമാണ് ഏറ്റവും വലിയ വിഷയം, എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ എൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ, എൻ്റെ ദ ബിഗ്ഗസ്റ്റ് കൺസേൺ, എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവെ നിൻ്റെ വിഷയമാണ്. അതാണ് അല്ലാഹു അക്ബർ. അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു എന്നാണ് നിസ്കരിക്കുമ്പോൾ വിചാരിക്കേണ്ടത്, അല്ലേ? അപ്പോഴല്ലേ ഖുശൂ ഉണ്ടാവുക എന്ന് പറയാം.
അള്ളാഹിൻ്റെ മുമ്പിലായിട്ട് നിസ്കരിക്കുന്നു എന്ന് തോന്നണം. പുണ്യ നബി തങ്ങൾ അടുത്തുണ്ടെന്ന് തോന്നണം. അതിനാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയെ അങ്ങയുടെ മേൽ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തൊട്ടു മുമ്പിലുണ്ട് എന്ന ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണത്. അസ്സലാമു അലൈക അല്ലെങ്കിൽ അസ്സലാമു അലൈഹി എന്നാ പറയാം. അവരുടെ മേൽ സലാം ഉണ്ടാവട്ടെ. അയ്യുഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നമ്മൾ ഖുത്ബകളിൽ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുമ്പിലുള്ള ആൾക്കാരെ പറ്റി അയ്യുഹ എന്ന് പറയുള്ളൂ. പെണ്ണാണെങ്കിൽ അയ്യത്തുഹ എന്ന് പറയും. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ എന്നതിനർത്ഥം. അതാണ് മിമ്പർ വന്ന് ഖതീബ് ഉസ്താദ് പറയാ, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ. മുമ്പിലുള്ള ആൾക്കാരെ വിളിക്കാൻ അയ്യുഹ എന്ന് വിളിക്കുക. മുമ്പിലില്ലാത്തവരാണെങ്കിൽ ഉലായിക്ക എന്നാ പറയാ. അവർ മുമ്പിലുള്ളവരെ സംബന്ധിച്ച് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇവിടെ ഉള്ളവർ ഹ ഉലായി, ഈ കൂട്ടര്. അവരോട് സംസാരിക്കുകയാണെങ്കിൽ അയ്യുഹന്നാസ്. അയ്യുഹൻ നബി, നബിയായവരെ, റസൂലായ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെയും ഹബീബായ നബി തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാൻ്റെ മുമ്പിലുള്ള ഹുദൂറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം. അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന നിസ്കാരം, ആ ഇബാദത്താണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. അതാണ്. അതുകൊണ്ട് ആ നിസ്കാരം അള്ളാഹുവിൻ്റെ ഹളറത്തിൽ നിന്നുകൊണ്ട്, മുഖാമുഖം നിന്നുകൊണ്ട് നബി ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ ഇബാദത്തിൻ്റെ നേച്ചർ ഈ ഫേസ് ടു ഫേസ് ആണ്. അതുകൊണ്ട് നബി ഞങ്ങളെ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ഹളറത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നബി ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. എന്തേ? നിസ്കാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ബോധമാണ്. അതില്ലാതെ ഇങ്ങനെ കയ്യട്ടി കുത്തിമറിഞ്ഞു പോന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യമായ ഫലം കിട്ടൂല. നിസ്കരിച്ചോന്ന് വെച്ചാൽ ടിക്കറ്റ് പോകാം, നിസ്കരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നും കിട്ടാണ്ടാവില്ല. ആൾ ഡ്യൂട്ടിക്ക് വന്നുകൂടോ? വന്നിട്ടുണ്ട്. പ്രൊമോഷൻ കിട്ടുമോ? ഒരു പണിയെടുക്കാതെ നടക്കണത്. പഞ്ചിങ് കറക്റ്റാ, പിന്നെ പോവില്ല. എന്തുകൊണ്ട് കാര്യം? അതുകൊണ്ട് കറക്റ്റ് പഞ്ച് ചെയ്തിട്ട് പിന്നെ ഇറങ്ങിപ്പോരാ, എന്നിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ രണ്ടാമത് പഞ്ച് ചെയ്ത് പോരാ. അപ്പോൾ അവൻ വന്നു, പോയി. ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ പണിയെടുത്തു എന്നാണ് ഓൻ്റെ കണക്കിൽ. പക്ഷേ പണിയെടുക്കാൻ ഞാൻ കിട്ടുമോ? കിട്ടൂല. അള്ളാഹുവിൻ്റെ ഹളറത്തിൽ നിൽക്കുന്ന ബോധം വേണം. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത ഇബാദത്താണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി ഒരു ഇബാദത്തിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കേണ്ടത്, ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ബാധ്യതകൾ നമ്മുടെ മേലിൽ വരും. ഒന്ന്, അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയെ നമ്മൾ അംഗീകരിക്കണം. രണ്ട്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ചെയ്യുകയും വേണം. ഇത് രണ്ടും ഒരു ഇബാദത്തിന് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു അതൊന്നും ഇപ്പം ശരിയാവില്ല, ഇപ്പം സമയമില്ല, എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്താണ്. നേരെ മറിച്ച് നിസ്കരിക്കണം, എൻ്റെ മടി കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ നിസ്കരിക്കാറില്ല, നിസ്കാര നിർബന്ധം തന്നെയാണ്, പക്ഷെ ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകാരനായൊരു വിശ്വാസിയാണ് എന്ന് അയാളെ പറ്റി പറയാം. അൽ മുഅ്മിനുൽ ആസ്വി, ആൾ മുഅ്മിൻ തന്നെയാണ്, പക്ഷെ തെറ്റുകാരനാണ്. നേരെ മറിച്ച് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിനെ നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചു, ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ഹറാമല്ല എന്നൊരാൾ പറയാൻ തുടങ്ങി, ഇസ്ലാം എന്ന് പുറത്താവും. അത് ഭയങ്കര വിഷയമാണ്. ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും രണ്ടുപേരും തെറ്റ് ചെയ്തില്ല. എന്നിട്ട് എന്ത് ഒരാളെ മാത്രം എന്ത് നീതിയാ? അങ്ങനെയാണോ സംഭവിച്ചത്? ആദം നബി അലൈഹിസ്സലാം തെറ്റ് സംഭവിച്ചു, ശരി. ആ നിരോധിക്കപ്പെട്ട പഴം ആദം നബി അലൈഹിസ്സലാം ടെംപ്റ്റഡ് ആയിപ്പോയിട്ട് കഴിച്ചു. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതും ഇബ്ലീസ് പറഞ്ഞ ഒരുപോലെയാണോ? ഇബ്ലീസ് എന്താ പറഞ്ഞത്? സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ അന ഖൈറും മിൻ ആം ബെറ്റർ ദാൻ ഹിം. ഞാനല്ലേ ആദമിനേക്കാളും മുന്തിയ ആള്, എന്നെ തീ കൊണ്ടല്ലേ പഠിച്ചത്, ആദം നബി മണ്ണുകൊണ്ടല്ലേ, അങ്ങനത്തെ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? അള്ളാഹുവിൻ്റെ ആജ്ഞയെ തന്നെ നിഷേധിച്ചു ഇബ്ലീസ്. അത് കുഫറാണ്. ആദം നബി അലൈഹി സ്വലാം അതല്ല, പോവില്ല എന്നൊക്കെ തീരുമാനിച്ചതാ. പക്ഷെ ഹവ്വാ ബീവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിയിട്ട് പോവല്ലേ, നോക്കല്ലേ. എന്നിട്ട് രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. തെറ്റുപറ്റിപ്പോയി റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചോനെ. അവർ തൗബ ചെയ്തു മടങ്ങി.
മറ്റേ ആൾ തൗബ ചെയ്തിട്ടില്ല ഇതുവരെ, ചെയ്ത് തെറ്റാണെന്ന് സമ്മതിച്ചിട്ടുമില്ല. റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ പഴപ്പിച്ചതല്ലേ, അങ്ങനെ പറയണത്. ഞാൻ സുജൂദിയായിരുന്നു, എൻ്റെ കുഴപ്പമാണ്, എനിക്ക് നീ മാപ്പ് തരാൻ, എനിക്ക് അഹങ്കാരം ആ നേരത്തെ തോന്നിയതാണ് എന്ന് ഈ സെക്കൻഡ് വരെ അവർക്ക് തോന്നിയിട്ടില്ല, തോന്നൂല്ല. അതാണ് അവസ്ഥ. അതിനാണ് അല്ലാഹു ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞത്. കാരണം അള്ളാഹുവിൻ്റെ ആജ്ഞയെ അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വക്ത് നിസ്കാരവുമായി വരുമ്പോൾ അത് ഉമ്മത്തികൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഭൂമിയിൽ 50 വക്ത് നടപ്പാക്കിയിട്ട് പിന്നല്ലേ കുറപ്പിക്കേണ്ടത്? എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ തന്നെ അത് കുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കാരണം അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, 50 വക്ത് നബി തങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയോട് ചെയ്യേണ്ട ആദ്യത്തെ അദബ് അത് സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹുവെ ഞാൻ സ്വീകരിച്ചു റബ്ബേ, ഇതിൽ ഇനി നോ കോംപ്രമൈസ്, ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഇതിനെ സംബന്ധിച്ച് ഇനി ഒരു ചോദ്യവും ചോദിക്കേണ്ട, ഇത് തീരുമാനമെടുക്കപ്പെട്ട വിഷയമാണ് എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നെഗോസിയേഷന് പോലും നബി തങ്ങൾ പോവില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇബാദത്ത് എത്ര ഭാരമുള്ളതാണെങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കട്ടെ, അങ്ങനെ പറയാം. മ്യൂസിക്കിനൊക്കെ ഭയങ്കര അടിമകളായി പോയാൽ അതൊന്നും നല്ലതല്ല മോനെ, പിരിമസൂദങ്ങളും 4 മദ്ഹബിൻ്റെ ഇമാമികളും ഹറാമാണെന്നാണ് പറയണത്. ഞാൻ നോക്കട്ടെ, കുറേ ചെറുപ്പം മുതൽ തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റൂല, ഞാൻ മെല്ലെ മെല്ലെ നോക്കട്ടെ എന്ന് പറയുന്നത് ഒരു അദബാണ്. നമ്മളൊന്നും പറ്റൂല, ഇതൊക്കെ 21-ാം നൂറ്റാണ്ടല്ലേ എന്ന് പറയുന്നത് കുഫറാണ്. ഇസ്ലാമെന്ന് ഓർത്തു. ഒരു ശരീഅത്തിന്റെ നിയമത്തെ അംഗീകരിക്കൽ ആദ്യത്തെ ബാധ്യതയാണ്, നടപ്പിലാക്കൽ രണ്ടാമത്തെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ 50 വക്ത് എന്ന് പറഞ്ഞതിനെ ഒരു കോംപ്രമൈസുമില്ലാതെ തങ്ങൾ തലക്കിൽ ഖബൂൽ, തങ്ങളത് സ്വീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂസ നബി അലൈഹിസ്സലാം ഇടപെടാണ്, നബിയെ കുറപ്പിച്ചേക്കണം, എൻ്റെ ഉമ്മത്തികളെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ആളാണ്, അങ്ങക്ക് പരീക്ഷിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അല്ലാഹു കുറക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഒരു ഇബാദത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായൊരു കാര്യം, ഒരു അദബ് എന്ന് പറയുന്നത് തലക്കി, അതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഖബൂലിയത്ത് അള്ളാഹു വെളിപ്പെടുത്തി തന്നതാണ്. അത് നബി തങ്ങൾ സ്വീകരിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തില്ലല്ലോ. അമ്പിയാക്കന്മാർ മുഴുവനും അങ്ങനെയാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് കടലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു വടികൊണ്ട്, അല്ലേ, മുമ്പിൽ കടൽ, ബാക്കിൽ ഫറോവയും സൈന്യവും സുയസ് ഉൾക്കടലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു 4 കിലോമീറ്റർ നടന്ന കര കിട്ടുമായിരുന്നു. 4 കിലോമീറ്റർ കടന്ന സുയസ് ഉൾക്കടൽ അവസാനിക്കുകയാണ്, കരമാർഗം പോകാം. പക്ഷേ ഇപ്പുറത്ത് അവർ നിൽക്കുന്നത് ഒന്ന് മുമ്പോട്ട് നടന്നാൽ കിട്ടുമായിരുന്നു, ആ റൂട്ട് തെറ്റിയതാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കപ്പലോ ഒരു ബോട്ടോ ഒന്നുമില്ല. അള്ളാഹു മൂസ നബിയോട് പറയുന്ന വാക്കെന്താണ്? അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട് കടലിൽ അടിച്ചേക്കണം. മൂസ നബി ഒരു സെക്കൻഡ് ചിന്തിച്ചില്ല എന്നാ, അവിടെ അടിച്ചു. ഞാൻ അടിച്ചിട്ട് ഇവിടെ എന്തുണ്ടാവാൻ, അവിടെ മരം പോലും ഇല്ല. ഒരു ബോട്ടായി വരണമെങ്കിൽ മരം വേണ്ടേ, ഒരു കപ്പൽ വരണമെങ്കിൽ എന്തെങ്കിലും ഇരുമ്പെന്തെങ്കിലും ഇവിടെ കാണണ്ടേ, ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എവിടെ അടിക്കാനാ? ഒരു മരത്തുമടിച്ച് ആ മരം ഒരു ബോട്ടായി മാറുന്നൊക്കെ ചിന്തിക്കാമായിരുന്നു. ഇതൊരു ബഹർ. അതാണ് മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹിൻ്റെ കലീമുള്ളയായ നബിയാണ് മൂസ നബി അലൈഹിസ്സലാം. അടിച്ചു, ഒരു ലെവലേഷൻ ചിന്തിച്ചില്ല എന്നവിടെ. അള്ളാഹ് അടിക്കാൻ പറഞ്ഞു, അടിച്ചു. എന്ത് സംഭവിക്കും അതെൻ്റെ വിഷയമല്ല. എൻ്റെ മഅബൂദ്, എൻ്റെ സയ്യിദ്, എൻ്റെ മാസ്റ്റർ എന്നോട് ചെയ്യാൻ പറഞ്ഞു. സ്ലൈവും സെർവൻറ്റും അടിമയുമായ ഞാൻ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ല, നമുക്ക് തിരിയണത് മാത്രം ചെയ്യൽ ഇബാദത്തല്ല. എങ്ങനെ? നിസ്കാരം നല്ല കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ എന്തായാലും മെഡിറ്റേഷൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് തടിക്ക് നല്ലത്. സക്കാത്ത് പിന്നെ ചാരിറ്റി, ആവും മനസ്സിലായി. ഹജ്ജാണ് ഇസ്ലാം. അത് എന്തിനു ചെയ്യുന്നു എന്ന് നിൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവില്ല. അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു, അവിടെ പോയി 7 കറക്കം കറങ്ങണം. എന്തേ അവിടെ പോയിട്ട് നീർന്ന് ഉറങ്ങിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അള്ളാഹു തആല 100 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? കഅബയിലേക്ക് തിരിഞ്ഞ് അല്ല, 7 നടക്കണം ചുറ്റും. അതും ഇടത് കീപ്പ് ചെയ്ത് പോകണം. സഫാ മറുവക്കിടെ അറഫയിൽ പോകണം, മിനയിലും മുസ്ദലിഫയിലും ജമറയിൽ പോയി എറിയണം. എന്തിന്? അള്ളാഹ് പറഞ്ഞു ചെയ്യാൻ. ഞാൻ പിന്നെ ചിന്തിക്കൂല, എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്ലാം കാര്യത്തിൽ 5ഉം പൂർത്തിയായി ഹാജിയായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം നമ്മളെ തലക്ക് ഇങ്ങനെ ഏകദേശം ബോധ്യപ്പെടും, ഹജ്ജിന് ബോധ്യപ്പെടാൻ കഴിയില്ല. അത് പരിപൂർണമായ സമർപ്പണമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ബാക്കിയൊക്കെ
മോശമായിട്ടല്ല, മുഅ്മിനീങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനൊക്കെ കാരണം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹുഫമ്മ തടവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അല്ലേ. ഹുഫ സോക്സ് അല്ല, തോല് കൊണ്ടുണ്ടാക്കുന്ന സോക്സാണ് ഹുഫ. ഒളു എടുത്തിട്ടാണ് നിങ്ങളത് ധരിച്ചതെങ്കിൽ അടുത്ത നിസ്കാരത്തിന് എന്ത് ചെയ്യും? ഞങ്ങൾ ഒളു എടുക്കുമ്പോൾ കാല് ആ ഹുഫൻ്റെ മേലെ തടവിയാൽ മതി. യുക്തിപ്രകാരം തടവേണ്ടത് ഹുഫൻ്റെ അടിയിലാണ്, അങ്ങനെ ചളി അടിയിലല്ല ഉണ്ടാവുക. പക്ഷെ തടവാൻ പറഞ്ഞത് മേലെയാണ്. കാരണം എല്ലാറ്റിലും ഹിക്മത്ത് നോക്കാൻ പറ്റൂല, അള്ളാഹുവിനനുസരിക്കാനേ പറ്റുള്ളൂ. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യണം മണ്ണുകൊണ്ട്. ഇതെന്ത് പരിപാടിയാണ്? മണ്ണവന് ചളിയാവില്ലേ ചെയ്യുന്നത്? സമീഅനാ വഅതഅന. അപ്പോഴേ ഇസ്ലാമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ സയൻസ് പറഞ്ഞ പോലെ ജീവിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചു എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ ചിലത് നമുക്ക് ബോധ്യപ്പെടാത്തത് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മളായിട്ട് അതും എന്ത് ചെയ്യേണ്ട കടിച്ചു തൂങ്ങി ഞങ്ങളോട് വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്, അതനുസരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കാണുന്ന അല്ലെങ്കിൽ കണ്ട ഒരു യാത്രയാണിത്. ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരി തന്നെയാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് എന്ത് ചോദിച്ചു? കാണിച്ചു തരുമെന്ന് ചോദിച്ചു അല്ലേ. ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. പിന്നെ പ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ അളന്നു മുറിച്ച വാക്കുകളായിരിക്കും, പ്രത്യേകിച്ച് അത് ഖുർആൻ ഉദ്ധരിക്കുക കൂടി ചെയ്താൽ. മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, റബ്ബി എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, അരിനി അൻദുർ ഇലൈക്, നിന്നെ എനിക്ക് കാണിച്ചു തരണം, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കാൻ. എന്തല്ല, എനിക്കൊന്ന് കാണട്ടെ എന്നല്ല മൂസാ നബി ചോദിക്കണത്. കാരണം ഞാൻ ബഷറാണ്, അടിമയാണ്, മനുഷ്യനാണ്. എൻ്റെ ബഷരീയത്ത്, ഞാൻ മനുഷ്യനാണ് എന്ന എൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് റബ്ബെ നിന്നെ കാണാൻ കഴിയില്ല. അത് നബിയായ മൂസാ നബിക്ക് അറിയാം. പക്ഷെ നീയായിട്ട് എനിക്ക് കാണിച്ചെന്നാൽ എനിക്ക് കാണാൻ പറ്റും. നീ കാണിച്ചെന്നൂടെ എന്നാണ് മൂസാ നബി ചോദിക്കുന്നത്. റബ്ബി അരിനി, നിന്നെ എനിക്ക് കാണിച്ചു തരുമോ? അൻദുർ ഇലൈക്, എനിക്ക് നിന്നിലേക്ക് നോക്കാനാണ്. ഖാല ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ ഈ മനുഷ്യാവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ ആർക്കും കാണാൻ കഴിയില്ല എന്നായിരുന്നു ആൻസറെങ്കിൽ ലൻ ഉറ, ഞാൻ കാണപ്പെടൂല എന്നല്ല പറയേണ്ടത്. എന്നാർക്കും ഒരു നിലക്കും കാണാൻ അല്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യനായിരിക്കെ ഈ മനുഷ്യ ശരീരത്തിന് ഭൂമിയുടെ നിയമങ്ങൾ ബാധകമാണ്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങളുടെ ഈ ഭൗതിക നിയമങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ല എൻ്റെ ദാത്ത്. അപ്പോൾ മൂസാ നബി വീണ്ടും കാണാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു, റബ്ബേ എന്നാലും ഫൻദുർ ഇലൽ ജബൽ, പർവ്വതത്തിലേക്ക് നോക്കി. നിങ്ങളെക്കാളും എത്രയോ ഭാരമുള്ള സാധനമല്ലേ പർവ്വതം, നിങ്ങളെക്കാളും എത്രയോ ഹൈറ്റുള്ള സാധനമല്ലേ പർവ്വതം. ജബലു ദക്ക എന്ന് പറയുന്ന മലയുണ്ട് അവിടെ, സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിൽ, സീനാ മരുഭൂമിയുടെ നടുവിൽ അള്ളാഹുവിൻ്റെ കാഴ്ച നടന്ന സ്ഥലമെന്ന് പറയുന്ന ആ മലയുണ്ട് അവിടെ, ഇടിഞ്ഞു പോയത്. ഫൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം ആ സ്ഥാനത്ത് തന്നെ നിലനിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോഴും അള്ളാഹുവിനെയല്ല, പർവ്വതത്തിന് മുമ്പ് പോയി നിൽക്കുകയല്ല, അള്ളാഹുവിൻ്റെ തജല്ലി എന്ന് പറയുന്ന റബ്ബിൻ്റെ പരിശുദ്ധമായ പ്രകാശം ആ പർവ്വതത്തിലേക്ക് നീങ്ങുമ്പോൾ റബ്ബിൻ്റെ തജല്ലിയെ സ്വീകരിക്കുന്ന ഒരു സാധനത്തെ കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതുപോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തജല്ലിയെ നേരിട്ട് എങ്ങനെ കാണാൻ പറ്റും? റബ്ബിൻ്റെ തജല്ലി ഒരു ഉറുമ്പിൻ്റെ കാലിൻ്റെ അത്ര ആ പർവ്വതത്തിലേക്ക് നീങ്ങുന്ന അതിൻ്റെ തഫ്സീർ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സുഇഖ. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. ആ പ്രകാശം മൂസാ നബിയിലേക്കെങ്ങാനും അള്ളാഹു തജല്ലിയാവുകയാണെങ്കിൽ പൊടിപൊടിയായി പോലെ മൂസാ നബി, പർവ്വതം പൊടിപൊടിയായിപ്പോയി. മൂസാ നബിയുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ? അതും മൂസാ നബി അലൈഹിസ്സലാം റബ്ബിൻ്റെ തജല്ലി നടന്ന പർവ്വതം നോക്കിയതാണ്. അപ്പോഴേക്കും ബോധം കെട്ട് വീണുപോയി, പർവ്വതം പൊടിപൊടിയായിപ്പോയി. അള്ളാഹുവിൻ്റെ തജല്ലി ഒരു സൃഷ്ടിയിൽ വരാൻ പറ്റും എന്ന് അവിടെ സൂചന ഉണ്ടെന്ന് മുഫസ്സിരീങ്ങൾ പറയും. അള്ളാഹുവിൻ്റെ തജല്ലി ഒരു സൃഷ്ടിക്ക് കാണാവുന്ന പരുവത്തിലേക്ക് അള്ളാഹ് വിചാരിച്ചാൽ റബ്ബ് തആല കൊടുക്കാൻ നടക്കുന്നു മനസ്സിലായി. അതാണ് പുണ്യ നബിക്ക് അള്ളാഹു കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ولقد رآه نزلة أخرى عند سدرة المنتهى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. ഖുർആൻ ചോദിക്കുന്ന സൂറത്തുൻ നജ്മിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. മാ കദബൽ ഫുആദു മാ റആ. അവിടുന്ന് എന്താണോ കണ്ടത്, ആ കണ്ടതിനെ അവിടുത്തെ പരിശുദ്ധമായ മനസ്സ് ഒരിക്കലും കളവാക്കിയില്ല എന്ന് പറഞ്ഞാൽ കണ്ടത് സത്യം തന്നെയാണ്. അഫതുമാറൂനഹു അലാ മാ യറാ. പുണ്യനബിക്ക് കാണാൻ പറ്റുന്ന അവർ തങ്ങൾ കണ്ടു എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ നബിയെ നിഷേധിക്കുകയാണ്, തങ്ങളോട് തർക്കിക്കുകയാണോ? ആ പറഞ്ഞത് എന്തൊക്കെയാണ്? അഫതുമാറൂനഹു അലാ മാ യറാ. തങ്ങൾ സിദ്റത്തുൽ മുൻതഹ കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, ബൈത്തുൽ മുഖദ്ദസിലെത്തി അംബിയാഇനെ കണ്ടു. അതിനിടക്ക് പോകുമ്പോൾ ശുഹദാഇൻ്റെ അവസ്ഥ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ വിത്തുകൾ വിതറുന്നു, ഉടനെ തന്നെ ഇത് കൊയ്തെടുക്കുന്നു, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ഇത് ശുഹദാഇന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അത് കണ്ടു. പിന്നെ നോക്കുമ്പോൾ ചെമന്ന വെള്ളത്തിൽ നീന്തി കരക്കെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കാണുന്നു. അപ്പോഴേക്കും കരയിൽ നിന്ന് കല്ലുകൊണ്ട് അവരെ ദേഹത്തേക്ക് എറിയുന്നു. അവർക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. കരയിലേക്ക് എത്തുമ്പോഴേക്കും കല്ലുകൊണ്ട് എറിയാണ്. അങ്ങനെ തല അവർ കേടുവന്ന് മുറിവായി വീണ്ടും കടലിൻ്റെ നടുവിലേക്ക് ഓടും, വീണ്ടും തിരിച്ചു വരുന്നു. ഇതാരാണ്? ഇത് പലിശ വാങ്ങുന്നവരും തിന്നുന്നവരുമാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കല്ലിൽ തലയടിച്ച് പൊട്ടിക്കുന്നവർ എന്താ? നിസ്കരിക്കാത്ത ആൾക്കാരായിരുന്നു, നിസ്കാരം ഭാരമായിരുന്ന ആളുകളാണ്. ചില ആളുകൾ അവരുടെ നാവുകളൊക്കെ ഇങ്ങനെ കുളത്തുകൊണ്ട് വലിച്ചു കീറി ചോര ചിന്തുന്നുണ്ട്. ഇതാരാണ്? ഇത് ഉമ്മത്തിൽ ഫിത്നയുണ്ടാക്കുന്ന പ്രസംഗിക്കുന്ന ആൾക്കാരാണ്, ഉമ്മത്തിൽ ഫിത്നയുണ്ടാക്കുന്ന ആളുകൾ. പിന്നെ ചില ആളുകൾ കവിളൊക്കെ പറിച്ചു കീറുന്നുണ്ട്, ഇങ്ങ് കഴുത്ത് വരെ രണ്ട് ഭാഗവും. അവർ നുണയും ഗീബത്തും നമീമത്തും പറഞ്ഞടന്നിരുന്ന ആളുകളായിരുന്നു. പിന്നെ വ്യഭിചാരികളായവരുടെ ശിക്ഷ കണ്ടു. ഇതൊക്കെ നബി തങ്ങൾ പറയുന്നത് അഫതുമാറൂനഹു അലാ മാ യറാ. തങ്ങൾക്ക് നാം കാണിച്ചു കൊടുത്ത് തങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഏതു മനുഷ്യനും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ നബിയോട് തർക്കിക്കുകയാണോ? അഫതുമാറൂനഹു അലാ മാ യറാ. അതൊരു ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മറുപടി നോക്കും. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. നബിതങ്ങൾ കണ്ടു എന്ന് പറയുന്നത് തങ്ങൾ കണ്ടതിനെ കുറിച്ചാണ്. ഇനി അള്ളാഹു നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന വിഷയമാണ് ഇനി പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് മുഫസ്സിരീങ്ങൾ ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനെ അവിടെ തഫ്സീർ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ആഴത്തിലിറങ്ങുന്ന മുഫസ്സിർമാർ ചോദിക്കും, അതോടെ പറയേണ്ട കാര്യമുണ്ടോ? ജിബ്രീൽ ഇസ്ലാമിൻ്റെ കൂടെയല്ലേ യാത്ര പോണത്? ദുന്യാവെന്ന് തുടങ്ങിയതിന് ജിബ്രീൽ ഇസ്ലാമിൻ്റെ കൂടെയല്ലേ? അപ്പോൾ പിന്നെ ജിബ്രീൽ ഇസ്ലാമിൻ്റെ അടുത്തിരുന്നു. സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന എന്നൊക്കെ പറയേണ്ട വലിയ പ്രസക്തിയുണ്ടോ? ജിബ്രീൽ ഇസ്ലാമല്ലേ അത്? ലഖദ് റആ മിൻ ആയാതി റബ്ബി. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അൽ കുബ്ര എന്ന് പറഞ്ഞാൽ അൽ ആയത്തുൽ കുബ്ര, ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാര് പറയാ? അല്ലാഹ് പറയാ. ഈ നബി തങ്ങൾ കണ്ടത് എൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നിഷേധിക്കാൻ പോവുകയാണോ? അതിനെപ്പറ്റി തർക്കിക്കുകയാണോ? എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എൻ്റെ റസൂൽ കണ്ടു കഴിഞ്ഞു. അത് അള്ളാഹുവിനെ കണ്ടു എന്നതിലേക്കുള്ള സൂചനയാണെന്ന്. കാരണം മറ്റേത് നബി തങ്ങൾ അലാ മാ യറാ, തങ്ങൾ കാണും, തങ്ങൾ വിശദീകരിച്ചിരുന്ന വിഷയമാണ്. നേരെമറിച്ച് ഞാൻ എൻ്റെ റസൂലിന് കാണിച്ചു കൊടുത്ത എൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ വലിയൊരു ദൃഷ്ടാന്തം എൻ്റെ റസൂൽ കണ്ടു കഴിഞ്ഞു. ആ കണ്ടതിൽ മാ സാഗൽ ബസറു വമാ ത്വഗ, കണ്ണുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടില്ല. തങ്ങൾ വ്യക്തമായിട്ടും അള്ളാഹുവിനെ കണ്ടു. റബ്ബിനെ കണ്ടതിലേക്കുള്ള സൂചനയാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ ഭാഗങ്ങൾ പറയുന്നത്. അൽ കുബ്ര എന്ന് പറഞ്ഞാൽ വലിയ ദൃഷ്ടാന്തങ്ങൾ എന്നല്ല. മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര ലഖദ് റആ അൽ കുബ്ര മിൻ ആയാതി റബ്ബിഹി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ കുബ്രയായ ആയത്ത് കണ്ടു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നത്. എന്തല്ല, കുബ്ര എന്നത് ആയാത്ത് എന്നതിന് വിശേഷണമല്ല. ദൃഷ്ടാന്തങ്ങൾ വലിയ ദൃഷ്ടാന്തങ്ങളല്ല, ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്രയെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം തങ്ങൾ പറഞ്ഞതിനെ ശരിവെക്കുകയും അതിനപ്പുറം അള്ളാഹു തആല കാണിച്ചു കൊടുത്തു എന്ന് പറയാം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞെന്തേ,
സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. എൻ്റെ റസൂൽ ദൃഷ്ടാന്തങ്ങൾ കാണാനല്ല, എൻ്റെ റസൂലിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ. മൂസാ നബി ചോദിച്ചത് റബ്ബി അരിനി, ഇനി എനിക്ക് കാണിച്ചു തരുമോ? അള്ളാഹ് പറയല്ലേ നുരിയഹു, ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മഹാസംഭവം ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദുഃഖസാന്ദ്രമായൊരു സാഹചര്യത്തിൽ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയ യാത്രയാണ്. എത്ര വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അതിന് പരിഹാരം അള്ളാഹുലേക്ക് തിരിയലാണ്. അസ്ബാബുകൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബാബ് അസ്ബാബുകളില്ലാതെ തന്നെ തുറയുന്ന ബാബാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് മുത്തവജ്ജിഹീങ്ങളാവണം. പടച്ചതമ്പുരാനോട് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് വിഷയത്തിൽ പരിഹാരം കാണിച്ചു തരാൻ വേണ്ടി പറയാം. അത് നമ്മൾ മനസ്സാന്നിധ്യത്തോടുകൂടെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടിരിക്കും. അങ്ങനെ ചോദിക്കാൻ അറിയണമെന്ന്. അള്ളാഹുവിനോട് ദുആഇരക്കുക എന്ന് പറയുന്നത് ഒരു ഫന്നാണ്, അതൊരു കലയാണ്. അത് എങ്ങനെ ചോദിക്കണമെന്നറിയുന്നതൊരു ഇൽമാണ്. പലർക്കും ചോദിക്കാറില്ല, എങ്ങനെ ചോദിക്കേണ്ടതെന്നറിയില്ല. അല്ലെങ്കിൽ മഅ്സൂറായ ദുആകളെങ്കിലും ദ്വാരക്കണം. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, പ്രയാസപ്പെട്ട് എല്ലാ വഴികളും അടഞ്ഞുപോയ മുദ്ദറായ മനുഷ്യൻ, ആരും സഹായിക്കാൻ ഒരാളുടെ അസ്ബാബുകളും ആ മനുഷ്യൻ്റെ മുമ്പിലില്ല. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു അല്ലാതെ ആരാണ് ഉത്തരം കൊടുക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മധൈര്യത്തോടുകൂടെയാണ് പിന്നെ മക്കയിലേക്ക് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിനോടൊക്കെ നേരിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ബൈത്തുൽ മുഖദ്ദസും അവിടെ നിന്ന് 7 ആകാശങ്ങൾ യാത്ര ചെയ്തു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, 7 ആകാശങ്ങളെന്ന് പറയുന്ന ഈ ദൂരം അള്ളാഹുവിൻ്റെ സുബ്ഹാനിയത്തിലൂടെ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കിയാൽ, നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് ഒരു കാറിൽ, ഒരു ഹെലികോപ്റ്ററിൽ, ഒരു ഫ്ലൈറ്റിൽ, ഒരു ജെറ്റിൽ, ഒരു റോക്കറ്റിൽ, അത് കഴിഞ്ഞ് വേറെ സ്പേസ് ഷട്ടിൽ, എത്രയെല്ലാം വേഗതയുള്ള സാധനങ്ങളെ നമ്മൾ സങ്കല്പിച്ച് ആ വസ്തുക്കളുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് സമയം കുറഞ്ഞു വരുമെങ്കിൽ ഖാദിറും മുഖ്തദിറുമായ അള്ളാഹുവിൻ്റെ പടച്ചുതമ്പുരാൻ്റെ പ്രത്യേക അനുമതിയോടുകൂടെ നടന്ന യാത്രയാണിത്. ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് കയ്യും കണക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ സമയം അവിടെ ബാധിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, കുറഞ്ഞ സമയത്തെ നടന്നതെന്ന് പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ സുബ്ഹാന മനസ്സിലായാലേ ഇസ്രാ മനസ്സിലാവൂ. സുബ്ഹാന ആരെപ്പറ്റി പറയാം? പിന്നെ അവർ പറയുന്നതനുസരിച്ച്, ആ പറയുന്ന ആളിൻ്റെ കഴിവിനനുസരിച്ച് ശേഷമുള്ളത് പറയാൻ പാടുള്ളൂ. നന്നായിട്ട് തിന്നുന്ന ഒരാൾ, ഞാനൊരു 25 പൊറോട്ട ഇന്ന് രാവിലെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് ആരാന്നാ നോക്കുക, അല്ലേ? ഓൻ തിന്നാൻ കഴിവുള്ള ആളാണോ? അല്ലേ? ഓ 50 തിന്നുന്ന ആളോ, ഒരു 25 ഓന് പുല്ലല്ലേ? അപ്പോൾ പിന്നെ അത് ശരിയാണ്, നമ്മൾ മനസ്സിലാക്കും, അല്ലേ? നേരെ മറിച്ചൊരു കുട്ടി വന്നിട്ട് പറയാം, ഞാൻ 25 പൊറോട്ട, കുട്ടിയല്ലേ, വെറുതെ അല്ലേ കുട്ടിയെന്ന് വിളിക്കണമെന്ന് പറഞ്ഞേക്കും നമ്മളല്ലേ. അപ്പോൾ പറഞ്ഞതാരാ? അള്ളാഹുവാണ്. സുബ്ഹാന. ഇത് ഞാൻ എൻ്റെ ഹബീബിനെ കൊണ്ടുപോയ യാത്രയാണ്. അത് എൻ്റെ കഴിവ് മനസ്സിലായാൽ, നിങ്ങളുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സമയവും കാലമൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ എൻ്റെ ദാത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനത്തെ മഹാത്ഭുതമാണ് റജബ് 27 രാവിലെ നടന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ മുനാജാത്തായി അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്തായി റബ്ബിലേക്ക് നിസ്കാരം കൊണ്ട് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, ഞാൻ അവസാനിപ്പിക്കാൻ, അള്ളാഹു അബ്ദിനെ കൊണ്ടുപോയിന്ന് ബിഅബ്ദിഹി, റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നത് ഏറ്റവും വലിയൊരു വിശേഷണമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനുഷ്യർക്ക് അടിമയായി കഴിഞ്ഞാൽ നമ്മൾ നിന്ദ്യന്മാരാവും, അല്ലേ? ഒരു മനുഷ്യൻ്റെ അടിമയാണെന്ന് പറഞ്ഞാൽ എന്താ? ആ മനുഷ്യൻ ഇയാളുടെ അധ്വാനം മുഴുവൻ ഊറ്റി കുടിക്കും, അല്ലേ? ഇയാൾ പണി നിർത്തിയ അയാളുടെ വരുമാനം നിൽക്കും. അപ്പോൾ നിങ്ങൾ നിന്ദ്യനാവുന്നത് വേറെ ഒരാൾക്ക് ഇസ്സത്തുണ്ടാവാനാണ്. എന്നാൽ അയാൾ നിങ്ങൾക്ക് ഇസ്സത്ത് തരുന്നുണ്ടോ? ഇല്ല. ഇതാണ് മനുഷ്യനടിമയാവുന്നതിൻ്റെ പ്രശ്നം. നിങ്ങൾ അള്ളാഹുവിനടിമയായി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാത്തതും അള്ളാഹു തരും. നിങ്ങളുടെ ഒന്നും പഠിച്ചവൻ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മുഴുവൻ കൂലി നിങ്ങൾക്ക് തന്നെ, പുറമെ അള്ളാഹു നിങ്ങൾക്ക് അതാണ് അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത്. അതുകൊണ്ട് റബ്ബിനടിമയാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനുഷ്യനടിമയാക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ മരിക്കുന്നവരാ. നിങ്ങളുടെ മുതലാളി എന്ത് വലിയ സംഭവമാണെങ്കിലും മരിക്കും,
അള്ളാഹു അജലെത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോകില്ലേ? അള്ളാഹ് കൊണ്ട് പിന്നെ മേപ്പോട്ട് നോക്കേണ്ടി വരും. അതുകൊണ്ട് ആ മുതലാളി ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ തവക്കുൽ അള്ളാഹുവിൻ്റെ മേലാണ്. എൻ്റെ റബ്ബാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മുതലാളിൻ്റെ കൽബിൽ എന്തെങ്കിലും അടച്ചോ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അയാളിനെ പിരിച്ചുവിടും. അതുകൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് ആരെയാ? എൻ്റെ മുതലാളിയുടെ കൽബിനെ നിയന്ത്രിക്കുന്നവനെയാണ്. അത് അല്ലാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അബ്ദായിട്ട് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവേ നിൻ്റെ അടിമയാണ്. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ കൽബിലുണ്ട് വരും. അപ്പോഴാണ് നിസ്കാരമാവുന്നത്. ഞാൻ തന്നെയാണ് മുതലാളി എന്ന് പറഞ്ഞ് നിസ്കരിച്ചാലും നിസ്കാരമാവില്ല. ഞാൻ അബ്ദാണ്, ഞാൻ അടിമയാണ് റബ്ബേ, നിൻ്റെ അടിമയാണ്. ഈ അടിമത്തം കൊണ്ട് എന്നിൽ നിന്ന് ഒന്നും നിനക്ക് ആവശ്യമില്ല. എൻ്റെ അടിമത്തം നീ ചൂഷണം ചെയ്യുകയുമല്ല ചെയ്യുന്നത്. ഞാൻ നിനക്ക് അടിമയാവുന്നതോടുകൂടെ എനിക്ക് നീ ഇസ്സത്ത് നൽകുന്നവനാണ് റബ്ബേ. ഞാൻ ചോദിക്കുന്നതും ചോദിക്കാത്തതും എനിക്ക് വാരിക്കോരി തരുന്ന റഹ്മത്തിൻ്റെ ഉടമയാണ് നീ. അതുകൊണ്ട് എൻ്റെ ഉബൂദിയത്ത് നിനക്ക് നൽകുന്നതിലൂടെ എനിക്ക് ഇസ്സത്തല്ലാതെ എന്താ കിട്ടണത്? ഇങ്ങനെയാണ് മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അസ്റാബി അബ്ദി, അസ്റാബി റസൂലിഹി എന്ന് പറഞ്ഞില്ല, അസ്റാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞില്ല, അസ്റാബി നബീഹി എന്ന് പറഞ്ഞില്ല, അസ്റാബി മുസ്തഫാഹു, അള്ളാഹിൻ്റെ മുസ്തഫായ നബി അല്ലേ റസൂൽ. അതൊന്ന് എൻ്റെ റസൂലിനെ എന്നിലേക്ക് ഞാനും എൻ്റെ റസൂലും തമ്മിലുള്ള ബന്ധം, എൻ്റെ റസൂൽ എൻ്റെ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്തു പറയുന്നുവോ അതങ്ങനെ അംഗീകരിക്കും. അതുകൊണ്ട് 50 വക്ത് കൊടുത്തപ്പോഴും പടച്ചോനെ 50 എന്ന് നബി ഞങ്ങൾ ചോദിച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അബ്ദാണ്. അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ളത്. അഖ്സ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഫോമാണ്. അതിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരമുള്ളത്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ദൂരെ. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയില്ല, ഈ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ്. എന്ത് മിഡിൽ ഈസ്റ്റ് എന്ന്? എന്താ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ മധ്യാണിത്? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാർ ഈസ്റ്റ് അല്ല, ഇത് മിഡിൽ ഈസ്റ്റാണ്. ഫാർ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ജപ്പാനൊക്കെയാണ്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് വരണത്, അല്ല ഭൂമിൻ്റെ മിഡിലായതുകൊണ്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഏകദേശം മധ്യത്തിലാണ്. എന്നിട്ട് കുറേ ജപ്പാനും അങ്ങോട്ടൊക്കെ ഇന്തോനേഷ്യ അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളായി. ഇത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. എന്നപോലെ അൽ അഖ്സ എന്ന് പറയുന്ന പള്ളി ഏറ്റവും ദൂരെയുള്ള പള്ളിയാണ്. അവൻ്റെ ഇടയ്ക്ക് കുറച്ച് ദൂരമുള്ളൊരു പള്ളി ഇതിൻ്റെ ഇടയിൽ വരുന്ന, അതാണ് രണ്ടാമത്തെ ശ്രേഷ്ഠമായ പള്ളിയായ അൽ മസ്ജിദുൻ നബവി വരാനുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അൽ അഖ്സ എന്ന് അല്ലാഹു പറഞ്ഞതെന്ന്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായത് നടത്തുന്നുണ്ട്, നിഷിദ്ധമായത് നടത്തുന്നുണ്ട്. മക്കാ പള്ളിക്ക് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് അത് ഹറാം തന്നെയാണ്. ആ വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധമായത് എന്നാണ്. പിന്നെ ഹറം എന്ന് പറഞ്ഞ ഹറം, മക്കയുടെ ബൗണ്ടറി ഉണ്ട്. പരിശുദ്ധമായ മക്കയുടെ ഹറം ഷരീഫ് അത് ഹറമാണ്. വലിയൊരു 60-ലേറെ സ്ക്വയർ കിലോമീറ്റർ വരുന്ന മക്കയുടെ ഒരു ബൗണ്ടറി ഉണ്ട്. അതിൻ്റെ നടുവിലാണ് വിശുദ്ധമായ കഅബാലയം വരുന്നത്. അത് ഹറം. പള്ളിൻ്റെ പേര് അൽ മസ്ജിദുൽ ഹറാം തന്നെയാണ്. അത് മസ്ജിദുൽ ഹറമായിരിക്കും എന്ന് സംശയിക്കേണ്ട. അതിൻ്റെ പേര് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാൻ അൽ മുഹറം, പരിശുദ്ധമായത് എന്നർത്ഥത്തിനാണത്. ആ മസ്ജിദിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി പുണ്യനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ദൂരെയുള്ള പള്ളി. എങ്ങനെ ദൂരം? മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയാണ്. മിഡിൽ ഈസ്റ്റ് എന്ന പോലെ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയാണ്. അതുകൊണ്ട് മക്കയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു പള്ളീൻ്റെ ഇടയ്ക്ക് വരണം. ഖസ്വി കഴിഞ്ഞിട്ടാണ് അഖ്സ വരേണ്ടത്. ഖസ്വി എന്ന് പറഞ്ഞാൽ ദൂരമുള്ളതെന്നാണ്, അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരമുള്ളതെന്നാണ്. അപ്പോൾ ഏറ്റവും ദൂരം എന്ന് പറയണമെങ്കിൽ ഇപ്പുറത്ത് കമ്പയർ ചെയ്യണമെങ്കിൽ വേറൊരു പള്ളി വേണ്ടേ? ഈ പള്ളിയും കഴിഞ്ഞും ദൂരെയാണ്. അങ്ങനെ ഒരു മസ്ജിദ്. ഈ പോകുന്ന യാത്രയാണെങ്കിലോ മസ്ജിദുൻ നബവിയുടെ മുകളിലൂടെ പോകുന്ന യാത്രയാണ്. മദീനക്ക് മുകളിലൂടെയാണ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര. നേർരേഖയാണ്. മക്ക എവിടെയാണ്, മദീന എവിടെ, ജെറൂസലേം അങ്ങനെ. അതുകൊണ്ടാണല്ലോ 17 മാസക്കാലത്തോളം സ്വഹാബിമാർ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. നമ്മുടെ ആദ്യത്തെ ഖിബിലയാണ്. ഖിബില മാറിയപ്പോൾ എങ്ങനെ സംഭവിച്ചത്? മസ്ജിദ് ഖിബിലത്തിന് പോയിട്ടില്ലേ? ഇപ്പോഴത്തെ കിബില ഇങ്ങനെയാണെങ്കിൽ പഴയ കിബില നേരെ ബാക്കിലാണ്. അതായത് മസ്ജിദുൽ അഖ്സ ഇവിടെയാണെങ്കിൽ നോർത്തിലാണെങ്കിൽ സൗത്തിലാണ് മക്ക വരുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. ഒരു റുക്കൂഇൽ സ്വഹാബിമാർ നബി തങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് തിരിഞ്ഞു വന്നാൽ നേരെ ബാക്കിൽ. നേർരേഖയിലാണ് പള്ളി വരുന്നത്. ഈ 3 മസ്ജിദും ഒരു രേഖയിലാണ് വരുന്നത്. ഹബീബായ നബിയുടെ പള്ളി 1000 നിസ്കാരങ്ങളുടെ കൂലിയുണ്ട്. സ്വലാത്തുൻ ഫീഹ ബി അൽഫി സ്വലാഹ് എന്ന് പറഞ്ഞ പള്ളി അതിൻ്റെ ഇടക്ക് വരുന്നുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന വാക്കിലൂടെ അല്ലാഹു തആല ചെയ്തു വെച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഹിജ്റ സംഭവിക്കുന്നത്. മേറാജ് കഴിഞ്ഞ് വന്നു ഉടനെ തന്നെ അല്ലാഹുവിൻ്റെ അനുമതി, നബിയെ അങ്ങ് മദീനയിലേക്ക് പലായനം ചെയ്തേക്കണം, ഇനി മക്കയിൽ നിൽക്കണ്ട.
അങ്ങേക്ക് ഏറ്റവും വളക്കൂറുള്ള, അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ആളുകളുടെ കൂട്ടത്തിലേക്ക് അങ്ങയെ ഞാൻ ആക്കിത്തരാൻ പോവാണ്. അതുകൊണ്ട് അങ്ങ് ഇനി മദീനത്ത് പോയി താമസിച്ചാൽ മതി. അതുകൊണ്ടാണ് നുബുവത്ത്, ഇസ്രാ, മിഅ്റാജ്, ഹിജ്റ, ഈ 3 സംഭവങ്ങളും ഹബീബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ്. ഇത് മൈൽ സ്റ്റോണുകളാണ്. അതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നമല്ല എന്ന് പറയാൻ കാരണം 12ഓളം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരായി മാറിയിരുന്ന ആളുകൾ ഇസ്രാ മിഅ്റാജിൻ്റെ കഥ കേട്ട് റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇനി എന്തൊക്കെ വിശ്വസിക്കേണ്ടി വരും? മതി, ഇത് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ നിന്നാൽ മതി. അതാണ് പോണ്ടൊരു പൊയ്ക്കോ. അതൊരു സ്വപ്നമായിരുന്നെങ്കിൽ, സ്വപ്നത്തിലൂടെയൊക്കെ പോകും നമ്മൾ. ആരെങ്കിലും കളവാക്കുമോ? സ്വപ്നമാണെങ്കിൽ ആരെങ്കിലും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ഇവൻ ഇന്നലെ നാട്ടിൽ പോയി വന്നു എന്നാണ് പറഞ്ഞ സ്വപ്നത്തിൽ. എക്സ്പ്രഷനാണെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും? എങ്ങനെ പോയി വരാനാ? അങ്ങനെ ആരെയും പറയുമോ? എന്ത് സ്വപ്നമല്ലേ, എവിടെയും പോയിക്കൂടെ? ആഖിറത്തിൽ വരെ പോയി വരും ചിലപ്പോൾ സ്വപ്നത്തിൽ, അല്ലേ? എന്ത് സ്വപ്നമല്ലേ? ഇസ്രാ മിഅ്റാജ് അങ്ങനെയായിരുന്നുവെങ്കിൽ വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, അങ്ങയെ നാം കാണിച്ചു തന്ന ഈ കാഴ്ചകൾ ജനങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ് നബിയെ നാം ഇസ്രാ മിഅ്റാജും ചെയ്തത്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? സ്വപ്നമായിരുന്നെങ്കിൽ. സ്വപ്നമാണെങ്കിൽ എന്ത് പരീക്ഷണം? ആർക്കൊക്കെ എന്തൊക്കെ കാണാം? ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ പറഞ്ഞത് ഞാൻ സ്വപ്നത്തിൽ പോയി എന്നല്ല, എൻ്റെ തടിയോടുകൂടെ യാത്ര പോയി എന്നാ. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവരെ പുറത്തു പോയത്. അതുകൊണ്ടാണ് ഖുർആൻ ഇതൊരു പരീക്ഷണമാണ്. എൻ്റെ റസൂൽ കാണാത്ത ലോകങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് ഞാൻ കൊടുക്കുന്ന വഹയാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ കുട്ടികൾ പുറത്തു പോയിക്കോളി, അത് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ എൻ്റെ റസൂൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അയച്ച എൻ്റെ റസൂലാണ്. അല്ലമഹു ഷദീദുൽ ഖുവ, നല്ല കഴിവും ശക്തിയുമുള്ള ഒരു മഹാനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഹബീബിനെ എത്തിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതുകൊണ്ടാണ് റിസാലത്ത് മുഴുവൻ അംഗീകരിക്കണം. ഒന്നുപോലും നമ്മളുടെ ഇസ്ലാം അതൊക്കെ എനിക്ക് ഓക്കെ, ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ആ ഒരു സാധനം അംഗീകരിക്കാതിരുന്നാൽ ഇസ്ലാമിൻ്റെ ബൗണ്ടറി പുറത്തു പോകുന്ന. അതുകൊണ്ടാണ് സമഅൻ വത്വാഅ. ചില വിഷയങ്ങൾ കേൾക്കാനും വിശ്വസിക്കാനുമുള്ളതാണ്, ചിലത് കേൾക്കാനും അനുസരിക്കാനുമുള്ളതാണ്. പക്ഷെ കേൾക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സംഭവമായിരുന്നു ഇത്. പല ചോദ്യങ്ങൾ അവർ ചോദിച്ചു, അതിനൊക്കെ നബി തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്. അബൂജഹൽ എപ്പോഴും ഭയങ്കര ആവേശത്തിൽ എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് എന്നവർ എങ്ങോട്ട് നമ്മൾ അപ്പോഴേ പറയുന്നുണ്ട് നിങ്ങളെ കൂട്ടുകാരൻ്റെ ഭ്രാന്താണ്. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ പറയണമല്ലോ, അങ്ങോട്ട് പോയി, മസ്ജിദുൽ അഖ്സയിൽ പോയി, ജെറൂസലേമിൽ പോയി, ഈലിയായിൽ പോയി, അവിടെ നിന്ന് 7 ആകാശങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇന്നലെ രാത്രി. ഇതൊക്കെ പറയുമ്പോൾ ഭ്രാന്തല്ലാതെ എന്താണ് എന്ന് അബൂജഹൽ അംർ ഇബ്നു ഹിഷാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ സിദ്ദീഖ് എന്നവർ ഒരൊറ്റ ചോദ്യമാണ് മറിച്ച് ചോദിച്ചത്, എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു. സ്വദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. കാരണം എൻ്റെ റസൂലിനെ എനിക്കറിയാം. 63 കൊല്ലം ഹബീബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാണത്. എൻ്റെ റസൂൽ നുണ പറയോ ഇല്ലേന്ന് എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, അതിലേറെ വിചിത്രമായത് ഞാൻ എൻ്റെ റസൂലിൽ നിന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓരോ ദിവസവും ആകാശ ലോകത്തു നിന്ന് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ റസൂൽ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ സ്വദ്ദഖ്തുഹു, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. ഫസുമ്മിയ സുദ്ദീഖ, അവിടെ മുതലാണ് അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ എന്ന മഹാന് അബൂബക്കർ സുദ്ദീഖ് എന്ന് പേര് വരാൻ കാരണം. ഇസ്രാ മിഅ്റാജ് അവിടെ അംഗീകരിച്ചു, വേറെ ചോദ്യമില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെല്ലാവരുടെയും മനസ്സിലെ ഈമാൻ തുലാസിൻ്റെ ഒരു തട്ടിലും എൻ്റെ സുദ്ദീഖ് എന്നവരുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ അതാണ് കനം തൂങ്ങുക. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിച്ചപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഇടയാട്ടമുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും. ഇല്ല അബൂബക്കർ, എൻ്റെ അബൂബക്കറിനൊഴികെ. ഞാൻ എൻ്റെ റിസാലത്തുമായി വന്നപ്പോൾ അങ്ങനെ സ്വീകരിച്ച ആളാണ്. നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ അബൂബക്കർ സഹായിച്ചതിന് പകരം കൊടുക്കാൻ ലാ യുകാഫിഉഹു അലൈഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അഫ്ളലുന്നാസി ബഅദൽ അംബിയ, അംബിയാക്കന്മാർ കഴിഞ്ഞാൽ എല്ലാ നബിമാരും സ്വർഗത്തിൽ കടന്നാൽ പിന്നെ ആദ്യത്തെ സ്വർഗത്തിൽ കടക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അത് അന്ധമായി വിശ്വസിച്ചതല്ല, നബിയെ മനസ്സിലാക്കിയതുകൊണ്ട് വിശ്വസിച്ചതാണ്. കാരണം ഒരാൾ എന്തു പറഞ്ഞാലും കൂടെ നടക്കുന്നവർക്ക് ഒരാളെ വിശ്വാസമാവുക എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്, അല്ലേ? ഒരാൾക്ക് നാട് വിട്ട് വേറെ നാട്ടിൽ ഭയങ്കര കേളിയും പ്രശസ്തിയാകാരം, അങ്ങനെ പറയല്ലേ?
നാട്ടിൽ വിലയില്ലാത്ത നോക്കണ്ട, നാട് വിട്ടാൽ പുല്ല് വില, അതല്ല. നാട് വിട്ടാൽ ഭയങ്കര വിലയാണ്, പക്ഷേ നാട്ടിൽ വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് വില ഉണ്ടാവില്ല. എന്ത്? അവർക്കറിയാം. സിദ്ദീഖെന്നവരങ്ങനെയല്ല. ഖദീജ ബീവിയിലെ ആദ്യ നബിയെ വിശ്വസിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയല്ലേ ഹബീബിൻ. ഈ ഉമ്മത്തിൻ്റെ ആദ്യത്തെ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് ഒരു മഹദിയാണ്. ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണ. ആരാ? ഖദീജത്ത് റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയാണ്. അവർക്കറിയാം റസൂൽ തങ്ങൾ ആരാണ്. സിദ്ദീഖ് എന്നവർക്കറിയാം റസൂലുള്ളാഹി തങ്ങൾ ആരാണ്. അലിയാർ തങ്ങൾക്കറിയാം നബി തങ്ങൾ ആരാണ്. നബി തങ്ങളുടെ കസിൻ അലി റളിയല്ലാഹു അൻഹു. ആ ഒരു നുബുവത്തിൻ്റെ സത്യസന്ധതയുടെ വ്യക്തമായ സ്ഫടിക സമാനമായ പ്രകൃതവും സ്വഭാവവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയൊരു സമ്മാനം കൊടുത്തത്. വിഷമത്തിലിരിക്കല്ലേ, ആ വിഷമത്തിൻ്റെ ജബറുൽ ഖാത്തിർ, മനസ്സിന് സമാധാനം കൊടുക്കാൻ അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് ഇങ്ങ് പോരിൻ എന്ന് പറഞ്ഞ് അള്ളാഹു കൊണ്ടുപോയി. ത്വായിഫിൻ്റെ അനുഭവങ്ങളൊക്കെ അതുകൊണ്ട് ആ ആയത്തിനെ അവസാനിക്കുമ്പോൾ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, സുബ്ഹാനൽ അസ്റാ ബിഅബ്ദിഹി കഴിഞ്ഞ അവസാനം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. എന്തൊക്കെയാണ് നബിയെ ത്വായിഫിൽ അങ്ങേക്ക് സംഭവിച്ചതെന്ന് അള്ളാഹ് കണ്ടിട്ടുണ്ട്. അങ്ങ് ദുആ ചെയ്തില്ലേ, ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി അഊദു ബി നൂരി വജ്ഹിക അല്ലദി അശ്റഖത് ലഹു ദുലുമാത് വസലഹ അലൈഹി അംറു ദുനിയ വൽ ആഖിറ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മുഖത്തിൻ്റെ പ്രകാശം, അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെയും വരാൻ പോകുന്ന ലോകത്തിൻ്റെയും സർവ്വകാര്യങ്ങളും സുരക്ഷിതമാവുന്നത്. റബ്ബേ, നിൻ്റെ പരിശുദ്ധ മുഖത്തിൻ്റെ പ്രകാശത്തിന്മേലാണ്. ആ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു നിൻ്റെ കോപം എനിക്കുണ്ടാവരുതേ, നീ എന്നോട് ദേഷ്യപ്പെടരുതേ. അൻ തൻസില അലയ്യ സഖതുക്, നിൻ്റെ ദേഷ്യമെനിൽ വരരുതേ റബ്ബേ. അങ്ങ് പ്രാർത്ഥിച്ചത് സമീഅ, അള്ളാഹ് കേട്ടിട്ടുണ്ട് നബിയെ, അതിന് മറുപടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ ഹദ്റത്തിലെത്താനും സ്വർഗ്ഗത്തിലെത്താനും ഹബീബിൻ്റെ ഷഫാഅത്തിൽ കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്ന് പായസം നൽകിയ സുഹൃത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സദസ്സിൽ പായസം നൽകാൻ ആഗ്രഹിക്കുന്നവർ പറ്റാവുന്നവർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മഞ്ചേരി എടപ്പറ്റയിലെ ഖാജ മൊയ്തീൻ എന്ന വ്യക്തി അത്യാസന്നമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സദസ്സിലുള്ള ഒരു സഹോദരന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉപ്പ മരണപ്പെട്ട ആണ്ട് റജബ് മാസത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് കാലുവേദനയും ഡിസ്കിലും കംപ്ലൈൻറ്റുമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വല്ലാതെ വിഷമത്തിലാണെന്നും അവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പല ആളുകളും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സുഖമില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയിലെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾ സ്വാലിഹായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആശേരിപ്പണിയായ ഭർത്താവിൻ്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെയും മക്കളുടെയും രോഗങ്ങൾ മാറാൻ വേണ്ടി ഷിഫയാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലീവിനായി നാട്ടിൽ പോവുകയാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹായ ഇണകളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉംറക്കും ഹജ്ജിനും പോകാൻ ആഗ്രഹിക്കുന്നു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട് പണി കടമില്ലാത്ത രീതിയിൽ പൂർത്തിയാവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കിട്ടി മരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസാമയുടെ ഉപ്പ മരണപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലീവിന് വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മകൾ പ്രസവം അടുത്ത് വരികയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ദുആ വസിയത്തുള്ളത്. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ വസിയത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അതിന് അർഹമായ ഉത്തരം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പ്രയാസങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ.
ഒരുപാട് ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ആണ്ടാണ്. നമ്മുടെ സുഹൃത്ത് ഷാഫി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, അവരുടെ ഉപ്പയുടെ ആണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ ദ്വാരക്കാൻ എല്ലാവർക്കും എഴുതി കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ മനസ്സിൽ നിയത്ത് ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹു തആല മർഹമത്തും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ അഖീദയും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ യഖീനും അല്ലാഹു നീ നാൾക്ക് നാൾ വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ റബ്ബേ, ഞങ്ങളുടെ അമാലുകളെ ശുദ്ധിയാക്കണേ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളെ ശുദ്ധിയാക്കി തരണേ റബ്ബേ, ഞങ്ങളുടെ പെരുമാറ്റങ്ങളെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ശരീരങ്ങളിൽ അസുഖങ്ങളുടെ വല്ല വൈറസുകളുണ്ടെങ്കിൽ അല്ലാഹു നീ നീക്കി ശുദ്ധിയാക്കി തരണേ റബ്ബേ. പരിപൂർണമായ ആഫിയത്ത് ഞങ്ങൾക്കിവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും, ഈ സദസ്സിലുള്ള കുട്ടികളും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട ബാവഹാജി, അള്ളാഹു അവർക്കും അവരുടെ ഭാര്യയ്ക്കും പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും നൽകണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ വിവിധങ്ങളായ രോഗങ്ങളിൽ പ്രയാസത്തിലാണ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ വിഷയങ്ങളടക്കം അള്ളാഹു, ചെറിയ മക്കൾ അസുഖമുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഉമ്മാപ്പന്മാർ അസുഖമുള്ളവരുണ്ട്, അള്ളാഹുവർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ തമ്പുരാനെ. റഹ്മാനേ, മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അള്ളാഹുവെ, നിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് സ്വബ്ർ നൽകണേ റബ്ബേ, യഖീന് നൽകണേ പടച്ചവനെ, ക്ഷമ നൽകണമേ റബ്ബേ, മനസ്സിന് ഉറപ്പ് നൽകണേ അല്ലാഹ്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദആ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് നീ നിൻ്റെ കാവൽ നൽകണേ തമ്പുരാനെ, നിൻ്റെ സംരക്ഷണം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഭാര്യ, സന്തതികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി കുടുംബ ബന്ധമുള്ളവർ, അല്ലാഹു അയൽപക്ക ബന്ധമുള്ളവർ, കൂടെ പഠിച്ചവർ, പല നിലക്കും ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, റഹ്മാനേ, എല്ലാവർക്കും ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയങ്ങൾ നൽകണമേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്രാ മിഅ്റാജ് നടന്ന് ആ ദിവസം നോമ്പെടുത്ത് അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മുഅ്മിനീങ്ങളാണ് റബ്ബേ. എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഖബൂലാക്കണേ പടച്ചവനെ. അല്ലാഹു ഇതിൻ്റെ നൂറ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നിസ്കാരം അല്ലാഹു നിൻ്റെ മുമ്പിൽ നീ ഹബീബായ തങ്ങളെ അരികത്ത് കൊണ്ടുപോയി കൊടുത്തതാണല്ലോ റബ്ബെ നിസ്കാരം. നിൻ്റെ ഹളറത്തിൽ നിൽക്കുന്ന പോലെയുള്ള അനുഭവം നിസ്കാരത്തിൽ വേണമെന്നാണല്ലോ റബ്ബെ ഞങ്ങളുടെ മനസ്സുകൾക്ക്, ഞങ്ങളുടെ ഇബാദത്തുകൾക്ക്. അല്ലാഹു നീ നിൻ്റെ ഹളറത്തിൻ്റെ ബോധ്യം നൽകണേ റഹ്മാനെ. ആ ഒരു സാന്നിധ്യം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഭാഗ്യം നൽകണേ റബ്ബെ. അല്ലാഹു, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നിന്നിലേക്ക് യാത്രയായി കഴിഞ്ഞു. അല്ലാഹു, അവരെയൊക്കെ നീ നിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കണേ റബ്ബെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനേ, ഞങ്ങൾ ഓരോരുത്തരും ദുന്യവിയായ പല വിഷയങ്ങളിലും പല അവലാദികളും ഏവലാദികളും അല്ലാഹു നിന്നോട് ബോധിപ്പിക്കാനുണ്ട്. എല്ലാറ്റിനും നീ പരിഹാരം നൽകണേ റഹ്മാനേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് റബ്ബെ. ഞങ്ങൾ ഓരോരുത്തരുടെയും കടങ്ങൾ വിടാനുള്ള വഴികൾ വളരെ പെട്ടെന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണമേ തമ്പുരാനെ. റഹ്മാനേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ മഈശത്ത് നൽകണേ റബ്ബെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. നഷ്ടം സംഭവിച്ചതിന് നീ പരിഹാരം നൽകി ബറക്കത്ത് പകരം നൽകണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സജ്ജനങ്ങളാക്കണേ പടച്ചവനെ. ഇൽമും അദബും തഖ്വയുമുള്ള നല്ല മക്കളാക്കി തരണേ പടച്ചവനെ. റഹ്മാനേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തണേ റബ്ബേ. മരിക്കുന്ന സമയം കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നാടിനെ മറ്റു നാടുകളെയൊക്കെ നീ സുരക്ഷിതമാക്കണേ പടച്ചവനെ. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين والعالمين أجمعين. أرحم الراحمين يا ربي. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നു വെച്ച് നൽകണേ റബ്ബേ. ഈ നാടിലും ഞങ്ങളുടെ നാടുകളിലുമൊക്കെ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണമേ തമ്പുരാനെ. അവരെ നന്മ കൊണ്ട് ഉറപ്പിക്കുകയും നന്മയുടെ സഹകാരികളായി നിലനിർത്തുകയും റഹ്മാനേ, അവരുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകുകയും ചെയ്യണേ തമ്പുരാനെ. ഈ നാടിൻ്റെ ശില്പിയായ മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കണേ റബ്ബേ. മറ്റു ഈ നാടിൻ്റെ നിർമ്മിതിയിൽ ഭാഗവാക്കുകളായ ഒരുപാട് ഭരണാധികാരികൾ മരിച്ചുപോയവർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലും കുടുംബങ്ങളിലൊക്കെ മരിച്ചുപോയവർ ഒക്കെ നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, പല നാടുകളിലും
പല ആളുകളെയും പല സദസ്സിലും പരിചയപ്പെട്ടവർ, ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നവർ, അർഹമർ റഹീമേ എല്ലാവരെയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും അർഹമർ റഹീമേ നിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഇബാദുകൾ ഉൾപ്പെടുത്തി നാളെ ഹബീബായ തങ്ങളുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും നാളെ അല്ലാഹു നിൻ്റെ ലിഖാഇനെ സാധ്യമാകാനും ജന്നത്തുൽ ഫിർദൗസിലേക്ക് അല്ലിയിലേക്ക് വരാനുമുള്ള ഭാഗ്യം നൽകണമേ അല്ലാഹ്. ബിജാഹി വഹഖി നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസായിരിൽ അംബിയാഇ അജ്മഈൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.